We all know how the COVID pandemic have affected our lives. It had brought about a sense of fear and anxiety around the globe, one of the most affected sectors our youth. So today, Retired Teachers Association of St. Mary's College have arranged an interactive session on the topic Coping Up with COVID Crisis, Youth and Mental Health. And myself, Gauri, will be the host of today's session. Let's together make it a successful one. Let's start the session with a prayer. For that, I invite Rosna Parveen. കരുണാനിധിയേ കാരുണ്യവാനിധേ കനിവിന്നുറവേ കൈ തൊഴുന്നേ കരുണാനിധിയേ കാരുണ്യവാനിധേ കനിവിന്നുറവേ കൈ തൊഴുന്നേ അനുദിനം ഞങ്ങളെ കാത്തു കൈക്കൊള്ളണേ കനിവിന്നുറവേ പരമ്പൊരുളേ കരുണാനിധിയേ കാരുണ്യവാനിധേ കനിവിന്നുറവേ കൈ തൊഴുന്നേ സത്യവും ധർമ്മവും സ്നേഹവും ത്യാഗവും നിത്യങ്ങളിൽ ചൊരിഞ്ഞിടണേ സകലർക്കും നന്മകൾ വിതറിടട്ടെ എന്നും ആശ്രിതവത്സല പ്രഭ ചൊരിയൂ സകലർക്കും നന്മകൾ വിതറിടട്ടെ എന്നും ആശ്രിതവത്സല പ്രഭ ചൊരിയൂ. Thank you, Rosna. Now, for the welcome speech, I invite Megha Sunil. A warm good afternoon to one and all. Honorable Principal, esteemed dignitaries, respected teachers, and all my colleagues. Myself, Megha Sunil from second year Maths Department. As we all know, we have joined here in this Google Meet to conduct an online session on the topic Coping with COVID Crisis, Youth and Mental Health, organized by St. Mary's College Retired Teachers Association. I feel the honor to say that we all must respect their skills and knowledge and their effort to organize such a valuable session on this relevant topic. Today, I have been assigned to welcome each and every one of you to this program. So, first of all, let me welcome our Honorable Principal, Dr. Sister Maggie Jose, to this session. Next, let me welcome all our retired staff who organized this session for us. Now, I would like to welcome all our respected teachers to this program. Last but not the least, I welcome all the students who are eagerly waiting to attend this session. So, let me conclude my words by once again welcoming you all to this program. Thank you. Thank you, Megha. Now, let's start the session by inviting Principal Sister Maggie Jose to address the gathering. സ്നേഹമുള്ള റിട്ടയർഡ് ടീച്ചേഴ്സ്, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയ കുട്ടികളെ, ആദ്യമേ തന്നെ ഞാനിവിടെ 1996 ജോയിൻ ചെയ്യുമ്പോൾ എന്നെ ഈ ടീച്ചിങ് ഫീൽഡിൽ വഴി നടത്തിയതും എൻ്റെ കൂടെ ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ജോയിൻ ചെയ്തിരുന്നു. ഞങ്ങൾ 4 പേരെയും അമ്മമാരെ പോലെ ചേച്ചിമാരെ പോലെ എല്ലാം കൈപിടിച്ച് നടത്തിയിരുന്ന ഇപ്പോൾ നമ്മുടെ റിട്ടയർഡ് ഫാക്കൽറ്റീസായി നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയും, ഇങ്ങനൊരു ഇനീഷ്യേറ്റീവിന്, ഇങ്ങനൊരു കാര്യത്തിന് തുടക്കമിട്ടതിന് പ്രത്യേകമായി നന്ദി പറയുകയും സ്നേഹപൂർവ്വം അവരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യാണ്. നമുക്കറിയാം, ഒരു 1.5 കൊല്ലമായിട്ട് ഒരു ചെറിയ വൈറസ് നമ്മുടെ ലോകത്തിൽ, നമ്മുടെ ചുറ്റുപാടും, നമ്മളുടെ ജീവിതത്തിലുമെല്ലാം ജീവിതശൈലിനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പല കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ എല്ലാവരും സ്വന്തം നമ്മിലേക്ക് തന്നെ ചുരുങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ യൂത്തിന്റെ കാര്യം നമ്മൾക്ക് ഇത്രയും നമ്മുടെ കാര്യം തന്നെ എങ്ങനെയാണെങ്കിൽ യൂത്തിന് വളരെ എനർജറ്റിക് ആയിട്ട് നമ്മുടെ കുട്ടികള് നടക്കേണ്ട കാലം, കോളേജിൽ വന്ന് അവരുടേതായ ആക്ടിവിറ്റീസ്, അവരുടെ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കേണ്ടതായ ഒരു കാലഘട്ടത്തില് ആരെയും കാണാൻ പറ്റാതെ, കൂട്ടുകാരികളോട് മിണ്ടാൻ പറ്റാതെ, കോളേജ് അന്തരീക്ഷത്തിൽ വരാൻ സാധിക്കാതെ, അവരുടെ കുടുംബത്തിൽ തന്നെ അവരുടെ വീട്ടുകാരെ മാത്രം കണ്ടുകൊണ്ട് പിന്നെ കാണുന്നുണ്ട് മൊബൈൽ വേൾഡിൽ, ഡിജിറ്റൽ വേൾഡിൽ അവർ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിലായിരിക്കുന്ന ഈ സമയത്ത് ഇത് ഓരോരുത്തരുടെയും മെന്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും അവരുടെ ജീവിതത്തെ എത്ര ഒരു സങ്കീർണമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ള എല്ലാം നമ്മുടെ ഈ സ്പീക്കേഴ്സിൽ നിന്നും, ഇന്നത്തെ ഈ ഡിഗ്നിറ്ററീസിൽ നിന്നും, അവരുടെ സ്പീച്ചിൽ നിന്നും, അവരുടെ സംസാരങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മക്കൾക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നെല്ലാം അതിനെക്കുറിച്ച് ഒരു ചർച്ചയാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്, ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് ഏറ്റവും നല്ല റിസോഴ്സ് പേഴ്സൺസിനെ തന്നെയാണ്, കാരണം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവരുടെ കൊച്ചുമക്കൾ അവരുടെ കൂടെയുണ്ട്. അപ്പൊ അവരുടെ ജീവിതശൈലി, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും. നമ്മുടെ പ്രശ്നം എന്താന്ന് ഉള്ളതും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു റിസോഴ്സ് പേഴ്സൺസിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ മക്കൾക്ക്, ഈ കുട്ടികൾക്ക്, നമ്മുടെ കൂടെയുള്ള ഇപ്പോൾ ആകെ സെക്കൻഡ് ഇയർ മാത്സുകാർ അതിൽ കയറിയിട്ടുള്ളൂ, പക്ഷെ ആ മക്കൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്നും ഉപകാരപ്രദമാകാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്പീച്ച് ഡിഗ്നിറ്ററീസിന് ഓരോരുത്തർക്കും, റിസോഴ്സ് പേഴ്സൺസിന് ഓരോരുത്തർക്കും ഞാൻ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് മൈക്ക് കൈമാറുന്നു. താങ്ക് യു. Thank you, Principal Ma'am. Next, I invite Srimati Moli Joseph, retired professor, Department of Economics. ഹലോ, ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രിൻസിപ്പൽ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാൻഡമിക്കും അതിൻ്റെ അനുബന്ധ പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയും അതിൻ്റെ അതിപ്രസരവും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഒരു പരിചിന്തനത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. പാൻഡമിക് നമ്മെയും നമ്മുടെ ചുറ്റുപാടുകളെയും വല്ലാതെ ഉലച്ചിരിക്കുന്നു. ജീവനും അതിജീവനവും നമ്മുടെ പുതുതായി നമുക്ക് വെല്ലുവിളികളായി മാറിയിരിക്കുന്നു. മെൻ്റൽ സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാൻഡമിക് ആണ് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിനെ വിഷമിപ്പിക്കുന്നത് എന്നൊരു സൂചന ഇതിലുണ്ട്. നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് പണ്ടും അത്ര ശരിയല്ല. 30 വർഷം മുമ്പ് എൻ്റെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് അത്ര ശരിയല്ല എന്ന് പറയാൻ കാരണം നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെയാണ്. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ കാണുന്നില്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നില്ല. എനിക്ക് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ എല്ലാം ശരിയാണ്, വെറുതെ ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്നതാണ് എന്ന് കോളേജിലുള്ളവർ തന്നെ വിചാരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു മോറൽ സ്റ്റേറ്റിന്റെ സ്വഭാവങ്ങളാണ്. ഈ ശീലമൊന്നും നമ്മൾ സാധാരണ കൊണ്ട് നടക്കാറില്ല. നമ്മുടെ ഭരണഘടനയാണെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് ഒരു 10-12 പ്രിൻസിപ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും, എല്ലാ പൗരന്മാർക്കും ന്യായമായ അവകാശങ്ങളും ന്യായമായ അംഗീകാരവും അർഹതപ്പെട്ടതെല്ലാം കൊടുക്കണം എന്ന് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾ നാം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ മതങ്ങളും ജനിച്ചത് ഏഷ്യയിലാണ്. മനുഷ്യന്റെ മോചനമാണ് എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ നാം കാണുന്നത് എല്ലാ മതങ്ങളും മനുഷ്യരെ ചങ്ങലയ്ക്കിടുന്നതാണ്.
ഇവിടെ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ഒരു പുരുഷാധിപത്യ വ്യവസ്ഥിതി അതിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ വ്യവസ്ഥയെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പുരുഷാധിപത്യത്തിനെതിരായി പാകിസ്ഥാനിൽ സംസാരിച്ച സ്കൂൾ കുട്ടിയായ മലാല യൂസഫ്സായിയെ വെടിവെച്ചത് നമ്മൾക്കാർക്കും അറിയാത്തതല്ല, അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്ന് മാത്രം. അരുന്ധതി റോയ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ലീവ്സ് ഇൻ മെനി സെഞ്ചുറീസ്. ശരിക്കു പറഞ്ഞാൽ വിദ്യാഭ്യാസം സ്വഭാവ രൂപീകരണവും അതുപോലെ തന്നെ നമ്മുടെ ചിന്തയെയും നമ്മുടെ ഭാവനയെയും നമ്മുടെ പെരുമാറ്റങ്ങളെയും പരിഭാഗം ചെയ്തെടുക്കേണ്ടതുമാണ്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസം പരീക്ഷ കടക്കാനുള്ള ഒരു കടമ്പയായിട്ട് മാത്രം മാറിയിരിക്കുന്നു. അറിവ് നേടുകയും അവയെക്കുറിച്ച് ചിന്തിച്ച് നല്ല ബോധ്യങ്ങളിലെത്തുകയും വേണ്ടതാണ്. ഇപ്പോൾ പാൻഡമിക് മൂലം സ്കൂളുകൾ തുറക്കാൻ സാധിക്കുന്നില്ല, ആരാധനാലയങ്ങൾ തുറക്കാൻ സാധിക്കുന്നില്ല, അധ്യാപകരോ കൂട്ടുകാരുമായിട്ടുള്ള യാതൊരു ഇന്ററാക്ഷനും സാധിക്കുന്നില്ല. അവർ കുട്ടികളുടെ ചക്രവാളം വളരെയധികം ചുരുങ്ങിയിരിക്കുന്നു. മാതാപിതാ ഗുരു ദൈവം ജനിച്ചപ്പോൾ മുതൽ, ഓർമ്മ വെച്ചപ്പോൾ മുതൽ, പിച്ച വെച്ചപ്പോൾ മുതൽ നാം കേട്ടു തുടങ്ങുന്നതാണ് ഈ കാര്യം. ശരിക്കു പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം തുടങ്ങുകയാണ്. നമ്മൾക്ക് ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ തന്നെ മാനസിക വളർച്ചയുടെ ആദ്യ പടി പിന്നിടുന്നു. ഗുരുവിന്റെ പാത പിന്തുടർന്നാൽ, ദൈവത്തിന്റെ വഴി സഞ്ചരിച്ചാൽ നാം നന്മയിലേക്കും ഉണ്മയിലേക്കും വളരുകയാണ്. മറ്റുള്ളവരെ ബഹുമാനിച്ചാൽ ബഹുമാനം നമുക്ക് തിരിച്ചു കിട്ടും. മറ്റുള്ളവരെ സ്നേഹിച്ചാൽ സ്നേഹവും തിരിച്ചു കിട്ടും. മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ ദൈവം നമ്മോട് കരുണ കാണിക്കും. ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ദർശനം നാം വളർത്തിയെടുക്കണം. അപ്പോഴേ നാം മാനസികമായി വളർച്ച നേടിയരാകൂ. മനുഷ്യരെല്ലാവരും സമന്മാരാണ് എന്നതാണ് സത്യം. ഈ സാമാന്യ തത്വം മനസ്സിലാകാൻ നമുക്ക് സാമാന്യ ബുദ്ധി മാത്രം മതി. എന്നാൽ നമ്മൾ ചെയ്യുന്നത് സമ്പത്തിൻ്റെയോ നിറത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ വ്യത്യാസങ്ങൾ വെച്ച് മനുഷ്യന് അതിരുകൾ നിശ്ചയിക്കുകയാണ്. നാം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഡിസ്ക്രിമിനേഷനാണ്. ഞാൻ മാത്രം ശരി, മറ്റെല്ലാവരും തെറ്റ് എന്ന ഒരു സ്വഭാവ വിശേഷം നാം വളർത്തിയെടുത്തിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ. അവർ ചെയ്ത തെറ്റെന്താണ്, സ്ത്രീകൾ ചെയ്യുന്ന തെറ്റെന്താണ് എന്ന് ആരെങ്കിലും എന്നോടൊന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാകുമായിരുന്നു. അവൾ മൂലമല്ലേ ഈ മനുഷ്യവർഗം നിലനിൽക്കുന്നത്? സ്ത്രീ ഇല്ലെങ്കിൽ ഈ പുരുഷാധിപത്യ സമൂഹം നിലനിൽക്കുമോ? ജനനം മുതൽ മരണം വരെ മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അഹോരാത്രം യത്നിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം മനുഷ്യവർഗത്തിന് കണ്ണ് കാണുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. സ്ത്രീകളെ അവഹേളിക്കുന്നതിൽ സ്ത്രീകളും പങ്കാളികളാണ് എന്നതാണ് ഏറ്റവും വലിയ വൈചിത്ര്യം. ജനിക്കുമ്പോൾ മുതൽ അവരെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പുരുഷാധിപത്യ സമൂഹം അവരുടെ വരുതിക്ക് വേണ്ടി അവരെ രൂപപ്പെടുത്തുന്നു. അവരും അതിൻ്റെ വക്താക്കളാകുന്നു. ആത്മാഭിമാനവും ആത്മധൈര്യവും മൂല്യബോധവുമുള്ള കരുത്തരായ സ്ത്രീകൾക്ക് മാത്രമേ ഈ സ്വത്തു ഗുണങ്ങളുള്ള സന്താനങ്ങളെ വളർത്തിയെടുക്കാനാകൂ. വീടാണ് ആദ്യത്തെ വിദ്യാലയം. അച്ഛനും അമ്മയും മൂല്യബോധമുള്ളവരാണെങ്കിൽ അവരുടെ മക്കളും മൂല്യബോധമുള്ളവരായി വളരും. മൂല്യബോധമുള്ള ഒരു ജനതയാണ് ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത്. ഈ പാൻഡമിക് ഇത് വന്നു, ഇത് നിലനിൽക്കുന്നു, പക്ഷെ ഇതും കടന്നു പോകും എന്നതാണ് സത്യം. മനുഷ്യവർഗം ഇതുപോലെ പല വിനാശങ്ങളെയും നേരിട്ടിട്ടുണ്ട്. ഈ പാൻഡമിക് നമ്മളെ കുറെ കൂടെ എളിമയുള്ളവരും മൂല്യബോധമുള്ളവരും വിവേകമതികളും ജനാധിപത്യ ബോധമുള്ളവരും ആക്കി മാറ്റിയെടുക്കട്ടെ എന്ന പ്രത്യാശയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, ma'am, for your wise words.
Next upon, I invite Srimati Meet Kunya, retired professor, Department of Malayalam. ഹലോ. മോളി ആമുഖമായിട്ട് അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ ഒരു നല്ല പ്രഭാഷണം നടത്തി കഴിഞ്ഞു. ഇനി അതിന്റെ മുകളിൽ നിന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുള്ളൂ. അപ്പൊ ഇവിടെ മോളി പറഞ്ഞ അടിസ്ഥാന മൂല്യ പ്രശ്നങ്ങളിൽ നിന്ന് അതീതമായിട്ട് ഇന്നത്തെ പ്രശ്നം അറിയാം, കോവിഡ് ആണ്. കോവിഡിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ആഘാതം സാമ്പത്തിക വ്യവസ്ഥിതികളിലാണ്. ധാരാളം പേര് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എന്ത് സംഭവിച്ചാലും തങ്ങൾക്കൊരു കാര്യമായിട്ട് ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന വളരെ 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 ചെറിയ ന്യൂനപക്ഷം മാത്രമേ നമ്മുടെ ഇടയിൽ വിദ്യാർത്ഥികൾക്കിടയിലുള്ളൂ. ഭൂരിഭാഗവും പേരും കുടുംബം നേരിടുന്ന ഈ വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിൽ തളർന്നു പോയിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഇപ്പൊ നമ്മുടെ എത്ര പേര് ഈ മിഡിൽ ക്ലാസ്സിലായിട്ടുള്ള ആളുകള് ചെറുകിട വ്യവസായങ്ങളിലും ഒക്കെ ഏർപ്പെട്ട് കുടുംബം പോറ്റുന്നവരായിട്ട് ഉണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കണക്കൊന്നും നമ്മുടെ ഗവൺമെന്റിനില്ല. പക്ഷെ നമുക്കറിയാം വലിയ ഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള ചെറുകിട സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്ന് കുടുംബത്തിൽ അതിജീവനം സാധ്യമാകുന്നവരാണ്. അവര് മുഴുവനും ഒന്നും ഒഴിയാതെ തകർന്നു കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബാങ്കുകളിൽ നിന്ന് പണയം വെച്ച സ്വർണ്ണാഭരണങ്ങള് വിൽക്കണു, ലേലത്തിന് വെക്കണു എന്നുള്ളത്. ആർക്കത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. പല വീടുകളിലും ഈ കിറ്റ് കിട്ടിയത് കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുന്നില്ല. അത്യാവശ്യം പട്ടിണിയില്ലാതെ കഴിക്കാൻ പറ്റുന്നുണ്ടോ, ശരിയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തുള്ള കുറേയേറെ പ്രശ്നങ്ങൾ കുട്ടികളുടെ മാനസിക നിലയെ അതിശക്തമായി പിടിച്ചു കുലുക്കുകയാണ്. ഇതൊന്നും ഇവർക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ പറ്റുന്നില്ല. നമ്മൾ ടീച്ചേഴ്സിനോട് അവർക്ക് ഇതിനെ കുറിച്ചും സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് സഹായം എത്തിക്കാൻ കഴിയുന്നതിൽ വളരെയേറെ പരിമിതിയുണ്ട്. ഈ നൊമ്പരപ്പെടുന്നതായിട്ടുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് നമുക്ക് പറ്റാവുന്നത് എന്താണോ അത് ചെയ്യാൻ പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ളത്. നരകിക്കുകയാണ് യുവത്വം ഈ കാലഘട്ടത്തില്. പിന്നെ വേറെ ഒന്ന്, ഇതിങ്ങനെ അവിചാരിതമായി സംഭവിച്ച ഒന്നുമല്ല. ഇത് വൻകിട ലോകരാഷ്ട്രങ്ങൾ വർഷങ്ങളോളമായി ചിന്തിച്ച് കൂട്ടിയ ഒരു വലിയ മാറ്റത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഈ കോവിഡിലൂടെ കണ്ടുവരുന്നത്. എന്ന് വെച്ചാല് സാമ്പത്തികമായിട്ടുള്ള ഒരു ആഘാതം ഒന്നുകിൽ യുദ്ധത്തിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ചില സമ്പദ് ശക്തികള് അധികാരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു പാൻഡമിക് അവസ്ഥയാണ്. ഇതിനെ അതിജീവിക്കാൻ രണ്ട് ഉദ്ദേശമുള്ളത്. ഒന്ന്, ജനസംഖ്യ കുറയ്ക്കുക. രണ്ട്, സാമ്പത്തികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളത്. ഇതിന് രണ്ടിനെയും അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമുക്കതിനെ അഭിമുഖീകരിക്കാൻ. വെറുതെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ദൈവം തന്ന ശാപമൊന്നുമല്ല ഇത്. മനുഷ്യന്റെ അഹങ്കാരം, മനുഷ്യന്റെ അതികുതി വരുത്തി വെച്ചതായിട്ടുള്ള വലിയ വിനാശമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ രംഗത്തേക്ക് കടന്നു വരാനും പ്രവർത്തിക്കാനും. നമ്മുടെ സ്വത്താണ് നമ്മുടെ യുവതലമുറ. ആ യുവതലമുറയെ മാനസികമായിട്ട് തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കൊക്കെ കഴിയുമോ അവരൊക്കെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ഇത് വെറും ഒരു പാൻഡമിക് അവസ്ഥയല്ല, സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഒരു പാൻഡമിക് അവസ്ഥയാണ്. അതിനെ ബോധപൂർവം തന്നെ നമുക്ക് തരണം ചെയ്യണം. അത്യാവശ്യമായിട്ടുള്ള വേണ്ടത് ഈ പറയുന്ന വിഷമിക്കുന്നതായിട്ടുള്ള ഈ കുട്ടികളെ അവരുടെ വീടാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ആയിരിക്കുന്നത്. ആ വീടുകളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് പറ്റില്ല. കാരണം ഇന്ന് എല്ലാ വീടുകളും ഭദ്രമായിട്ട് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ചെല്ലാനോ അന്വേഷിക്കാനോ സാധ്യമല്ല. അവരായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനും അവർക്ക് സഹായം എത്തിക്കുവാനും, ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ല അല്ലാതെയും സഹായം എത്തിക്കാൻ നമുക്ക് കഴിയണം. ഇനിയും ആത്മഹത്യകൾ അങ്ങനെ വർദ്ധിക്കുകയാണ്. പിന്നെ കോവിഡ് മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതായിട്ടുള്ള കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമുണ്ട്. പിന്നെ മോലി പറഞ്ഞതുപോലെ പുരുഷാധിപത്യം. ഈ പുരുഷാധിപത്യത്തെ കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആരോൺ ബിസിയെയും മഗ്ഗൂസിന്റെയും ഒരു പഠനം ഈയിടെ പുറത്തു വന്നിട്ടുണ്ട്. അതില് അവര് പറയുന്നത് പുരുഷ കേന്ദ്രിതമായ അധികാരം
ദുരഭിമാന നിയന്ത്രണം എന്നിവയെക്കുറിച്ചുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരവബോധം പുരുഷന്മാർക്കുണ്ട്. അതിന് ക്ഷതമേൽക്കുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേട്, ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് അവർ തയ്യാറില്ലാത്ത മുരട്ട് സ്വഭാവം, ഇണയെ കുരുതി കൊടുക്കുന്നതായിട്ടുള്ള പ്രശ്നം, ഇതൊക്കെ സ്ത്രീ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ്. സ്ത്രീ അങ്ങോട്ട് നന്നായി നമ്മളെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ഈ പ്രശ്നം തീരില്ല. ശക്തമായിട്ടുള്ള വിദ്യാഭ്യാസം പെണ്ണുങ്ങൾക്കല്ല പുരുഷന്മാർക്കും വ്യക്തമായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ കുടുംബങ്ങളിലെ ആൺകുട്ടികൾക്കാണ് പ്രാമുഖ്യം, നമുക്കറിയാം. പറ്റില്ല എന്നൊരു വാക്ക് അവർ കുടുംബത്തിൽ നിന്ന് കേൾക്കുന്നില്ല, സമൂഹത്തിൽ നിന്നും കേൾക്കുന്നില്ല. അടക്കി ഒതുക്കി നിർത്തേണ്ടത് സ്ത്രീയാണ് എന്നുള്ളൊരു ചിന്തയാണ്. അതിനെതിരെ നമുക്കൊരു മാനസികമായിട്ടെങ്കിലും ഒരു കലാപം നമുക്ക് സൃഷ്ടിക്കാതിരുന്നുകൂടാ നമ്മള്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പുരുഷാധിപത്യത്തിന് എതിരെയുള്ള മാനസികമായിട്ടുള്ള ഒരാക്രമണം. രണ്ടാമത്തത്, ഈ പാൻഡമിക് കേസിലെ ആത്മഹത്യയെ അഭിമുഖീകരിക്കുന്ന തകർന്നടിയുന്ന സാമ്പത്തിക വ്യവസ്ഥയെ നേരിടുക എന്നുള്ളത്. ഇതിനൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കാൻ നമുക്ക് ആകാവുന്നത് എന്ത് എന്ന് സീരിയസ് ആയിട്ട് വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് ആയിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ യുവാക്കൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you, ma'am, for such stimulating words. Next upon, I invite Srimati Gemma, retired professor, Department of History. പ്രിൻസിപ്പൽ, സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ അല്പം വൈകിപ്പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ വൈകിയെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. കോവിഡ് തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണല്ലോ. കോവിഡ് മഹാമാരി ഉയർത്തുന്ന വെല്ലുവിളികളും നിരവധിയാണ്. രോഗം മൂലം, വളരെ ചുരുക്കത്തിൽ അതിൽ ചിലതിന് ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. രോഗം മൂലം കുടുംബനാഥനും മറ്റു കുടുംബാംഗങ്ങളും മരിച്ചു പോവുകയോ സ്ഥിരം രോഗബാധിതരാകുകയോ ചെയ്തവർ, രോഗം വരുമോ എന്ന ഭീതിയാൽ വിഷാദാവസ്ഥയിലായവർ, അതുമൂലം മാനസിക രോഗവും ഡിപ്രഷനും വന്നവർ, തൊഴിൽ നഷ്ടപ്പെട്ടവരും തൊഴിലിടം പ്രവർത്തിപ്പിക്കാൻ പറ്റാതെ സാമ്പത്തിക തകർച്ച നേരിടുകയും കുടുംബം പോറ്റാൻ വഴിയില്ലാതെ ആദിവ്യാധിയായി ആത്മഹത്യക്കും കൊലപാതകങ്ങൾക്കും വരെ തയ്യാറാകുന്നവർ, ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നവർ, പുറം ലോകവുമായും സമൂഹവുമായും ബന്ധപ്പെടാനാകാതെ അടച്ചിരിക്കുമ്പോഴത്തെ അസ്വസ്ഥത, ദേഷ്യം, വെറുപ്പ്, നിസ്സഹായാവസ്ഥ ഇവയുണ്ടാക്കുന്ന കലഹങ്ങളും ഗാർഹിക പീഡനങ്ങളും നടത്തുന്നവർ ഒരു ഭാഗത്ത്, അതിന് വിധേയരാകേണ്ടി വരുന്നവരും അവരുമുണ്ട്. കുട്ടികളും യുവജനങ്ങളും പ്രത്യേകിച്ച് ഏക ആശ്രയമായ, കാരണം അവർക്ക് പുറത്തേക്ക് പോകാനോ മറ്റ് ഒരു വിധത്തിലുള്ള റിക്രിയേഷനോ സുഹൃത്തുക്കളെ കാണാനോ ഒന്നും യാതൊരു സാഹചര്യവും ഇല്ല. അപ്പൊ അവരുടെ ഏക ആശ്രയം മൊബൈൽ ഫോണാണ്. ഈ ഫോണിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഫോണിന്റെ ദുരുപയോഗം മൂലം ധനനഷ്ടം, അപകടങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ, ആത്മഹത്യ വരെ എത്തി നിൽക്കുന്നു. അമിത ഭക്ഷണം ഒരു ഭാഗത്ത്, പട്ടിണി മറ്റൊരു ഭാഗത്ത്. ഇത് രണ്ടും ഉണ്ടാക്കുന്ന, അമിത ഭക്ഷണവും പട്ടിണിയും ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അത് വളരെ സീരിയസ് ആയിട്ടുള്ളതാണ്. ഇതുപോലെ 100,000 വെല്ലുവിളികളാണ് നമ്മൾ ഇന്ന് ചുറ്റും നോക്കുമ്പോൾ കാണുന്നത്. ഈ വെല്ലുവിളികൾക്കൊക്കെ എന്താണ് ഒരു പരിഹാരം? എങ്ങനെ നമ്മൾ നേരിടണം? ചുറ്റും നോക്കുമ്പോൾ നമ്മളെക്കാളും നിർഭാഗ്യരായവർ, നമ്മളെക്കാളും സഹിക്കേണ്ടി വരുന്നവർ, നമ്മളോളം കഴിവുകളില്ലാത്തവർ ധാരാളം ഉണ്ടെന്ന് നമുക്ക് കാണാം. ഈ സ്ഥിതിക്ക് നമ്മൾ എത്ര ഭാഗ്യവാന്മാരെന്ന് സമ്മതിച്ചേ തീരും. അപ്പോൾ പിന്നെ നമ്മൾ ധൈര്യമായി ഈ പ്രതിസന്ധികളെ നേരിടുക തന്നെ വേണം, തോറ്റു കൊടുക്കരുത്. ഇതിനു മുൻപും
ഉള്ള പ്രസംഗകരൊക്കെ പറഞ്ഞതുപോലെ തന്നെ മുൻപും ഇതാദ്യത്തെ ഈ കോവിഡ് മഹാമാരി ലോകത്ത് വന്നിട്ടുള്ള ആദ്യത്തെ മഹാമാരിയൊന്നുമല്ല. ഇതുപോലെ പലതും ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചാണ് നമ്മളുടെ ഈ തലമുറ ഇതുവരെ എത്തിയിട്ടുള്ളത്. കാലാകാലങ്ങളിൽ അതിനൊക്കെ പരിഹാരം അവർ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം അതിനെ നേരിടുകയും ഈ പരിഹാരം ആരും ഒരു കാലത്തിൽ വെച്ച് നീട്ടിത്തരുമൊന്നുമില്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മുടെ കാഴ്ചപ്പാടിനെയും മാനസിക അവസ്ഥയുമായിട്ടും ബന്ധപ്പെട്ട് ആണ് ഇരിക്കുന്നത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. നമ്മുടെ സന്തോഷം നമ്മളാണ് ഉണ്ടാക്കുന്നത്. മനസ്സിന്റെ നിയന്ത്രണം മറ്റാരുടെയും കയ്യിലല്ല, നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകളുടെ പരമാവധി ഈ മഹാമാരി കാലത്ത് പുറത്തെടുക്കണം, പരമാവധി പരിശ്രമിക്കണം. യോഗ, ധ്യാനം, വ്യായാമം, മിതാഹാരം ഇതെല്ലാം ശരീരത്തിനും മനസ്സിനും സുസ്ഥിതി ഉണ്ടാക്കും. വായന, സംഗീതം, സാഹിത്യം, നൃത്തം, ചിത്രരചന, കൈവേലകൾ എന്നിവയെല്ലാം നമുക്ക് മാനസികമായിട്ട് ഉല്ലാസം തരുന്ന കാര്യങ്ങളാണ്. മനസ്സിന്റെ സമനില നിലനിർത്താനും അത് വളരെയേറെ സഹായിക്കും. ഇന്നത്തെ ലോകം എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാർഗമാണ് മ്യൂസിക് തെറാപ്പി. ഇത് ഒരുപാട് വിശദമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും പൊതുവെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ കുറച്ചു സമയം ഏകാഗ്രതയോടെ തനിച്ച് നിശബ്ദമായിട്ട് ഒരു മുറിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഇരുന്ന് ഒറ്റയ്ക്കോ കൂട്ടായോ സംഗീതം ശ്രവിക്കുകയാണെങ്കിൽ, അടിപൊളി ഡാൻസ് കൂത്തുപാട്ടല്ല, നല്ല സംഗീതം, അത് ഉപകരണ സംഗീതവുമാവാം. പ്രത്യേകിച്ച് വീണ, വയലിൻ, പിന്നെ ഫ്ലൂട്ട്, ഇതുപോലെയുള്ള സംഗീത ഉപകരണങ്ങളിൽ നിന്നുള്ളത്, മ്യൂസിക്, അതുപോലെ ഗസലുകൾ, ഇതൊക്കെ ശ്രവിക്കാൻ കഴിഞ്ഞാൽ താനെ നമ്മുടെ മാനസികാവസ്ഥ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കുറച്ചു സമയം, ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ ഏകാന്തതയില് നമ്മൾ ഇരുന്ന് സംഗീതം ശ്രവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇങ്ങനെ മാനസികമായിട്ട് ഉല്ലാസത്തിന് നമുക്ക് വലിയ ചെലവില്ലാതെ തന്നെ ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. ഈ വീട്ടിലിരുന്ന് തന്നെ ആർക്കും ചെയ്യാവുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും യുവജനങ്ങൾക്കും ഒക്കെ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. വീടിൻ്റെ പരിസരത്തിൽ തന്നെ ചെറിയൊരു പൂന്തോട്ടോ പച്ചക്കറിത്തോട്ടോ ഉണ്ടാക്കിയാൽ വീടും പരിസരവും ഭംഗിയായി സൂക്ഷിക്കാം. ഇത് മാത്രമല്ല, അലങ്കാര ചെടികളും അങ്ങനെ എന്തെങ്കിലും വളർത്തി ചെറിയ തോതിലുള്ള കൃഷിയൊക്കെ ചെയ്ത് മാനസിക ഉല്ലാസവും ശാരീരികമായിട്ടും നല്ലൊരു വ്യായാമം നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. ഇതിന് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല, തന്നെത്താൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെണ്ടക്കയും തക്കാളിയും കയ്പയ്ക്കയും ഒക്കെ കറി വെച്ച് കടിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം തോന്നും. അതിന് ഞാനുണ്ടാക്കിയ പയർ, ഞാനുണ്ടാക്കിയ തക്കാളി എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അഭിമാനം വരെ നമുക്ക് തോന്നുന്നുണ്ട്. അതല്ലാതെ തന്നെ ഈ ഫ്ലവർ അറേഞ്ച്മെന്റ്, പിന്നെ അതുപോലെ ഡ്രൈ ഫ്ലവർ ബൊക്കേസ് ഉണ്ടാക്കല്, ഇങ്ങനെ എന്തെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക്
ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മാനസിക ഉല്ലാസവും ഒരുപക്ഷെ ഒരു വരുമാന മാർഗവും കൂടിയായിട്ട് നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ്. ഓമന അരുമകളെയൊക്കെ പോറ്റുക, പക്ഷി മൃഗാദികളെയൊക്കെ പരിപാലിക്കുക, പെറ്റ്സിനെ വളർത്തുക, പിന്നെ പ്രകൃതി ചുറ്റും നോക്കുക. എന്തൊരു ഭംഗിയാണ് പ്രകൃതിക്ക്. ഇതൊക്കെ കൈവിട്ട് നമ്മൾ എങ്ങനെ ഒരു ദിവസം പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആകാശം, ഭൂമി, അതിലെ വൃക്ഷലതാദികള്, പൂക്കൾ, ഇതൊക്കെ നമുക്ക് നോക്കുമ്പോഴേ തന്നെ നമുക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം തോന്നാതിരിക്കില്ല. ഇതൊക്കെ വാസ്തവത്തില് നമുക്ക് ഒരു ചെലവുമില്ലാതെ ആർക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കും ആസ്വദിക്കാവുന്നതേ ഉള്ളൂ. ഇനി പാചകത്തിൽ താല്പര്യമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. തിന്നാൻ നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അത് മാത്രമല്ല, അതുണ്ടാക്കാൻ കൂടി പഠിച്ചിരുന്നാൽ വളരെ നല്ലതല്ലേ. പാചകത്തിൽ താല്പര്യവും കഴിവും ഉള്ളവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഇന്നത്തെ കാലത്ത്. നമ്മൾ കണ്ടിട്ടില്ലേ, യൂട്യൂബിലും അതേപോലെ മറ്റ് ഓൺലൈൻ ചാനലുകളിലൊക്കെ പല പല പരീക്ഷണങ്ങൾ, അച്ചാറുകൾ, കറികൾ, സ്നാക്സ്, ചെറിയ ചെറിയ പലഹാരങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള പുഡിങ്, കേക്ക്, അങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അച്ചാറോ പലഹാരങ്ങളോ ചെറിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ കച്ചവടം വരെ നടത്താം. ഓൺലൈനായിട്ട് പരസ്യം കൊടുക്കാം. ഇങ്ങനെ ഇതൊക്കെ മൊബൈലിപ്പോ 24 മണിക്കൂറും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അത്ര ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്നതാണ്. സമയം ചെലവഴിക്കാമെന്ന് മാത്രമല്ല, ചെറിയ തോതിലെങ്കിലും ഒരു വരുമാന മാർഗമായിട്ട് കാണാവുന്നതാണ്. തയ്യൽ ജോലിയിൽ താല്പര്യമുള്ളവരുണ്ടായിരിക്കാം, അവർക്കും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ പുറമെ സാഹിത്യാഭിരുചിയുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. ഇത് പുസ്തകം വായിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇത്. വായനയെ താല്പര്യമുള്ളവർ, വായന മാത്രമല്ല സാഹിത്യ രചനയിലെ ലേഖനങ്ങൾ, കഥ, കവിത, യാത്രാ വിവരണം, ഇങ്ങനെ എന്തെല്ലാം എഴുതാൻ സാധിക്കും. ഡയറി, ദിനക്കുറിപ്പുകള്, നമ്മൾ കാണുന്ന നമ്മളുടെ നിരീക്ഷണങ്ങളുടെ വിവിധങ്ങളായ അനുഭവങ്ങളുടെ, അതെല്ലാം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം നമുക്ക് കുറിച്ച് വെക്കാം. ഒരുപക്ഷെ ഒരു കാലത്ത് അതൊരു പുസ്തകമാക്കിയ എഴുതാനും നമുക്ക് സാധിച്ചെന്ന് വരും. ചുരുക്കി പറഞ്ഞാൽ ആലസ്യത ഉപേക്ഷിക്കണം, നിഷ്ക്രിയരായിരിക്കരുത്. അത് തന്നെ മാനസിക ഉല്ലാസത്തിനുള്ള ഒരു പ്രധാന മാർഗമാണ്. ഉണ്ട് ഉറങ്ങി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അതിനേക്കാൾ മികച്ചതായിട്ട് ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ, പഴയ സേയിങ് പറയുന്ന പോലെ, ഇംഗ്ലീഷ് സേയിങ്ങിൽ പറയുന്ന പോലെ, there is a will, there is a way. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം. അല്ലാതെ എന്നെ കൊണ്ട് എന്ത് പറ്റും, ഞാനൊരാള്, അങ്ങനെ ഒരു പരാജയ ചിന്തയല്ല കുട്ടികൾക്ക് വേണ്ടത്. കുട്ടികൾക്ക് നല്ല, ആർക്കും അങ്ങനെ ഒരു ചിന്ത നല്ലതല്ല. പിന്നെ ഇന്നത്തെ ഓൺലൈൻ സംവിധാനങ്ങള്, ഞങ്ങളെ പോലെ വയസ്സായ കുറച്ച് ആളുകൾക്ക് ഈ വക കാര്യങ്ങളിലൊക്കെ അല്പം പിന്നാക്കം നിൽക്കുന്നവർ ഞങ്ങളേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നഴ്സറി വേണ്ട, ജനിച്ച ഉടനെ തന്നെ 1 വയസ്സ് ഇത് കയ്യിലെടുക്കാൻ, മൊബൈൽ കൈ പിടിക്കാൻ കഴിയുന്ന കുട്ടികൾ മുതൽ മൊബൈൽ എക്സ്പേർട്സ് ആണ്. അപ്പോ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഷോർട്ട് ടേം കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ, അങ്ങനെ എന്തെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഈ ഓൺലൈനിൽ ധാരാളം പരസ്യങ്ങൾ ഇത്തരത്തിലുള്ളതൊക്കെ കാണുന്നുണ്ട്. ഈ കോവിഡ് കഴിയുമ്പോഴത്തേക്കും 1 or 2 ഡിപ്ലോമ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ഭാവിയിലുള്ള ജീവിതാന്വേഷണങ്ങള്, ഭാവിയിലുള്ള നമ്മുടെ ജോലി തിരക്കിയുള്ള ആ പരക്കം പാച്ചിലുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോഴൊക്കെ ഇത് വളരെ പ്രയോജനപ്പെടേണ്ടതാണ്. എന്തായാലും ഒരു ഷോർട്ട് കോഴ്സ്, എന്തെങ്കിലും ഒരു ഡിപ്ലോമ ചെയ്യാൻ സാധിച്ചാൽ
നമ്മുടെ വിഷയത്തോടോ അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയത്തോടോ ബന്ധപ്പെടുത്തി ഒരു കോഴ്സ് എന്തെങ്കിലും ചെയ്താൽ അത് നമുക്ക് വളരെ പ്രയോജനകരമായിരിക്കും. മാനസിക ഉല്ലാസവും സംതൃപ്തിയും തരാതിരിക്കില്ല. അപ്പോ ഈ കോവിഡ് മാറിയിട്ട് നമ്മൾ എല്ലാം ശുദ്ധമായിട്ടൊരു ദിവസം വരും നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കാം. പക്ഷെ അത് അടുത്തൊന്നുമാണെന്ന് തോന്നുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കോവിഡിനോടൊപ്പം നടക്കുക, അത് മാത്രമാണ്. നമുക്ക് കോവിഡിനോടൊപ്പം നടന്ന് കോവിഡിനെ തോൽപ്പിച്ച് മുന്നേറാം, നേട്ടമുണ്ടാക്കാം. ചൊവ്വയിലും ചന്ദ്രനിലും എത്തി നിൽക്കുന്ന ഈ തലമുറയ്ക്ക് ഇത് സാധിക്കില്ല എന്ന് എങ്ങനെ പറയും? അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുകയെന്നെ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് സമീപകാല വാർത്തകളിൽ നിന്നുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെയുള്ള ദുഃഖം കാരണം പറഞ്ഞു പോകുന്നതാണ്. സ്ത്രീധനം അത് കോവിഡിനേക്കാൾ വലിയൊരു മഹാമാരിയായിട്ടാണ് തോന്നുന്നത്. സമൂഹത്തിൻ്റെയോ മാതാപിതാക്കളുടെയോ പങ്കിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ തയ്യാറാവണം. വല്ലവരുടെയും ചെലവില്, അച്ഛൻ്റെ അമ്മയുടെയും ചെലവില്, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് വേറൊരുത്തൻ്റെ ചെലവില് ജീവിതം സുഗമമായി കൊണ്ടുപോകാമെന്ന് ഒരു കുട്ടിയും വിചാരിക്കരുത്. അത് മഹാവിഡിത്തമാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള മാർഗം, അതിനെപ്പറ്റി ആദ്യം മുതൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. എത്ര ചെറിയ ജോലി ആയാലും വേണ്ടില്ല, ഒരു വരുമാന മാർഗം കണ്ടെത്തിയിട്ട് മതി വിവാഹം എന്ന് കുട്ടികൾ നിർബന്ധമായിട്ടും തീരുമാനിക്കണം. എല്ലായിടത്തും പോയി അടിമപ്പണി ചെയ്ത് ജീവിതം പാഴാക്കാൻ ഒരുങ്ങരുത്. പ്രണയവും പ്രേമവും പിന്നെ വിവാഹമൊന്നും എതിർക്കുന്ന ആളല്ല ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിലും അതിലെനിക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. വിവാഹം കഴിച്ച് ജീവിക്കുന്നവരുടെ കഷ്ടപ്പാടുകളൊക്കെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് മാത്രമാണ് പലപ്പോഴും തോന്നാറുള്ളത്. അല്ലാതെ തന്നെ നമുക്ക് വേണ്ട മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെയും കൂടി ഒരു വിഷമം ഉണ്ടാക്കി വെക്കാൻ ഇടയായിരുത്തിയില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും തൊഴിൽ ഉപേക്ഷിക്കാൻ, തൊഴിൽ കണ്ടെത്തണം, ചെറുതെങ്കിലും ഒരു വരുമാന മാർഗം വേണം. അപ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനും തടസ്സമൊന്നും ഉണ്ടാവില്ല. തൊഴിൽ ഉപേക്ഷിക്കാൻ ഏത് ദേവേന്ദ്രൻ പറഞ്ഞാലും കേൾക്കരുത്. വിവാഹം ഇല്ലെങ്കിലും ജീവിക്കാം, പക്ഷെ ജോലി ഇല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. ഇന്ന് ഒരുപാട് സിംഗിൾ പേരൻസ് വിവാഹവും കുട്ടികളും ഉണ്ടായതിന് ശേഷം ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വന്നവര് പല സ്ഥലത്തും ഇന്ത്യയിൽ തന്നെ ഉണ്ട്. യൂറോപ്പിലെ കാര്യം പറയാൻ വേണ്ട. സിംഗിൾ പേരന്റ് ആണെങ്കിലും കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തുക, ജീവിക്കാൻ ഒരു ജോലി അത്യാവശ്യമാണ്. കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലുണ്ടായിരിക്കാം. മറ്റ് ഒരു രണ്ട് പേരൻസ് ഉണ്ടാകുന്നതിനേക്കാളും ഒരു പേരുണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഇരട്ടിപ്പണി ഉണ്ടായിരിക്കാം. എന്നാലും അതിലൊക്കെ ഒരു സുഖം കാണാൻ സാധിക്കും. വിവാഹം, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വിവാഹം സന്തോഷം തരേണ്ട ഒരു സംഭവമാണ്, അനുഭവമാണ്. വിവാഹം വിലാപമാകുമ്പോൾ കടിച്ചു തൂങ്ങി അവിടെ തന്നെ നിൽക്കരുത്. ക്ഷമയും സഹനവും മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടത്, കുറച്ച് തൻ്റെടവും വേണം. ഇടയ്ക്കെങ്കിലും നോ പറയാനുള്ള കഴിവും കൂടി ഉണ്ടായാൽ നല്ലതാണ്. ഏതായാലും സർക്കാരിനോട് സഹകരിച്ച് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള അല്ലെങ്കിൽ ജന്മനാലുള്ള കഴിവുകളൊക്കെ ഉപയോഗിച്ച് ആ കഴിവുകൾ തനിക്കും അടുത്തുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ ചെലവഴിച്ച് നമ്മളാലാകുന്ന സംഭാവനകൾ, പണമായോ പണമാത്രം ഞാൻ പറയുന്നില്ല, നമ്മുടെ കഴിവുകളും ഒക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി തീർച്ചയായിട്ടും നമ്മൾ ഈ വെല്ലുവിളിയെ, ഈ മഹാമാരിയെ തൂത്തെറിയാതെ തന്നെ വേണം. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവർക്കും നന്ദി. Thank you, ma'am, for your helpful comments.
Next upon, I invite Srimati Vasudha Nair, retired professor, Department of History. Hello, can you hear me? Respected principal, my dear friends and dear students, a very good afternoon to all of you. I'm Vasudha Nair from History Department. Even I would like to share a few words with you all about coronavirus, coping with coronavirus. Now you all know coronavirus is a large family of virus that causes illness from common cold to severe respiratory syndrome. It was identified in 2019 in Wuhan in China. But the sad part is it spread to all over the world. Corona-19 pandemic is creating a profound shock to the world. There is lockdown, quarantine, shutdown of various organizations as a result of this. People are facing lots of problems like sedentary behavior, low level of physical activity, which has a very bad negative impact on the physical, mental health of the people and the quality of individuals. Self-quarantine also causes additional stress. It is a challenge to the mental health of the people. Pandemic is doing lots of harm to all stages of people. Old people have their own problem, of course, the young youth and the children. But here I would like to focus on the youth, especially the problems faced by young women. Most important thing I would say, as Professor Mary Kunyam, Ms. Molly all have mentioned, even I like to emphasize on the economic insecurity. Most of the women are frontline workers. They face lots of health issues. Women working on daily wages have lost their job. Many women, young girls going abroad, getting job, they have come back and they are jobless. They are facing heavy burdens in their family life. Outdoor activities have stopped. Apart from this, violence against women, various abuses against women, and mental harassment are the major problem. Of course, very neatly, our seniors have presented this. In the field of education also, there are lots of issues. Many of the students lacks online facilities. They cannot update themselves. Traveling has become a big issue during lockdown. Social contacts declined. Such problem had bad impact on the mental health. It has led to the development of fear and worry. Future became uncertain. Their dreams are shattered. We all know beautiful young girls have lots of dreams about their marriage, but within they have limitations now. Even the parents faces lot of stresses during the pregnancy period of the children. It has increased the anxiety, leading to depression and suicides. What I feel and suggest that they must cope up with this, face the situation bravely, develop a positive approach. It is a worldwide problem, remember. Unexpected situation can arise, have proper knowledge and act accordingly according to the situation. Overthinking is the biggest cause for unhappiness. Keep yourself occupied. Do constructive jobs. Professor Catherine Gemma has mentioned, when I would like to add to it, involved in creative activities like gardening, catering. You can exhibit your culinary skill. You can prepare many things. Of course, you can do online delivery of food. You can help the old people who cannot keep servant in the house. You can provide food, 4-time food to them. It is a small earning for you all. Then the most important thing, it is time for all of us to do good humanitarian activities. Privileged classes, of course, the government employees are not having much problem. But as Professor Mary Kunju said, there are so many people. Most of the people are facing lots of problem.
we can do humanitarian activities. Then, of course, the students, they can start home tuitions. Then you can develop your art and craft, home tailoring, help your family members, be with your family members. Of course, there's a lot of complaint from the side of parents that they cannot sit with the children, enjoy life with the share with the children. But now it is the time to enjoy all these facilities. Then, of course, you can enjoy music, film, join dancing class. And you, apart from all this, you should take care of your health, increase your immunity, take proper food, attend online yoga. It is time to learn yoga. So many scientific things are there to occupy yourself. Develop online contact with your near and dear ones. The technologies have advanced in such a way that the world has come closer and we can keep in touch with everyone. Such activities will help a lot to face the situation. As we believe, if there is problem, there will be a solution also. This situation will also pass off, my dear, not going to last for a longer period. Various steps have been taken by efficient doctors, scientists, experts, frontline workers, World Health Organization, and they have also discovered, developed vaccination. So now it is our duty to obey their instruction, their advices, observe all the protocol, that is like wearing mask, maintaining distance, using sanitizer, all this, daily we are through medias, we are being updated, maintaining your health, but be happy and positive. I'm sure once again the world will become a better place to live. Let us hope and pray for the well-beings of all. Thank you. Thank you, ma'am, for your enlightening speech. Next upon, I call Srimati Saran C, retired professor, Department of History. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, കോവിഡ് കാലത്തെ യുവജനങ്ങളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പും ഒരുപാട് വ്യാധികളും യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നാം അതിനെ അതിജീവിച്ചിട്ടുണ്ട്. എങ്കിലും ഈ അടുത്ത കാലത്ത് ഉത്സാഹത്തോടുകൂടി, വലിയ ആർഭാടത്തോടുകൂടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ലോക ജനതയെ ഒരു സഡൻ ബ്രേക്ക് ഇട്ട രീതിയിൽ കോവിഡ് പെട്ടെന്ന് നിശ്ചലമാക്കി. അത് ഏറ്റവും അധികം ബാധിച്ചത് ലോക ജനതയാണെങ്കിലും ഏറ്റവും അധികം ബാധിച്ചത് യുവജനങ്ങളുടെ മനസ്സിനെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ടതും, മാതാപിതാക്കളുടെ വരുമാനം നിലച്ചതും, സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടന്നതും, സുഹൃത്തുക്കളോടും അധ്യാപകരോടും പരസ്പരം അടുത്ത് ഇടപഴകാൻ കഴിയാത്തതുമൊക്കെ അവരുടെ മാനസിക ആരോഗ്യം തകർത്തു എന്നതിൽ സംശയമൊന്നുമില്ല. ഒരുപാട് പേര് വിഷാദ രോഗങ്ങളിലേക്ക് വഴുതി വീണു. പലരും മദ്യവും മയക്കുമരുന്നും ആത്മഹത്യകളുമൊക്കെ ഒരു ഉപാധിയായി, അതിജീവന മാർഗമായി കണ്ടു. എങ്കിലും ഇതെല്ലാം പൊതുവായി യുവജനങ്ങളുടെ വിഷയമാണ്. പെൺകുട്ടികളുടെ മാനസിക ആരോഗ്യം എന്ന വിഷയത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഞാനിവിടെ പ്രത്യേകം ആഗ്രഹിക്കുന്നത്. എനിക്ക് മുമ്പ് പറഞ്ഞ പലരും വളരെ വിശദമായി തന്നെ പെൺകുട്ടികളുടെ മാനസിക ആരോഗ്യം വെല്ലുവിളി നേരിടുന്നത് എന്തുകൊണ്ടാണെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കോവിഡ് കാലഘട്ടം എല്ലാ കാലത്തെ പോലെ പെൺകുട്ടികളോടുള്ള ക്രൂരതയ്ക്ക്, അതുപോലെ തന്നെ സ്ത്രീധന പീഡനങ്ങൾ, ആത്മഹത്യകൾ എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി പെൺകുട്ടികൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. അവർ വലിയ മാനസിക വെല്ലുവിളി എല്ലാ കാലത്തെയും പോലെ കോവിഡ് കാലത്തും നേരിട്ടു എന്ന് വേണം കരുതാൻ. വളരെ ജാഗ്രതയോടുകൂടി പഠിക്കുകയും
സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ ആഗ്രഹിക്കുകയും ചെയ്ത പല പെൺകുട്ടികളുടെയും ജോലി എന്ന സ്വപ്നമാണ് ഈ കാലഘട്ടത്തിൽ തകർന്നു പോയത്. ധാരാളം കൊച്ചുകുട്ടികൾ വീടിനകത്താണെങ്കിലും സുരക്ഷിതരല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ബന്ധുമിത്രാദികളും അയൽക്കാരുമൊക്കെ അവരുടെ ജീവന് വലിയ ഭീഷണി ഉയർത്തി. ഇത്തരം കാര്യങ്ങളൊക്കെ കലാലയങ്ങൾ അടഞ്ഞു കിടന്നതോടുകൂടി അധ്യാപകരോ സുഹൃത്തുക്കളോ ആയിട്ട് പങ്കുവെക്കാൻ അവർക്ക് കഴിയാതെ പോയി. ഈ ഒരു സാഹചര്യത്തിൽ ഈ വാർത്താ മാധ്യമങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. ഏതു പെൺകുട്ടി ആത്മഹത്യ ചെയ്താലും ആര് പീഡിപ്പിക്കപ്പെട്ടാലും ഉടനെ സമൂഹ മനസാക്ഷി സടകുടഞ്ഞ് എണീക്കും. 2 അതിലധികമോ ഏറിപ്പോയാൽ ഒരാഴ്ചയോ വാഗ്വാദങ്ങളും ചർച്ചകളും നടത്തി മെല്ലെ അണിയറയിലേക്ക് പിൻവാങ്ങും, ഉറക്കം നടിക്കും. ചിലരെങ്കിലും നിയമത്തിന്റെ വഴി തേടും. നിയമം അതിൻ്റെ മുറ പോലെ നടന്നുകൊണ്ടേയിരിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഈ വരും കാലഘട്ടത്തെ നേരിടാമെന്ന് പെൺകുട്ടികളൊന്നും മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സമൂഹം നിങ്ങൾക്കൊരു സുരക്ഷിത വലയമൊന്നും സൃഷ്ടിച്ചു വെച്ചിട്ടില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ കാവൽ മാലാഖമാരാകുക. പഠിക്കുന്ന കാലത്ത് തന്നെ സ്വന്തമായി എന്തെങ്കിലും ഒരു തൊഴിൽ നിങ്ങൾ ശീലിക്കുക. അത് നിങ്ങൾക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിത്തരും. പല അവസരങ്ങളിലും പെൺകുട്ടികൾ ഇത്തരം തൊഴിലുകളെയൊന്നും തൊഴിലിനൊന്നും സമൂഹം വലിയ മാന്യതയൊന്നും കൽപ്പിക്കാറില്ല. സമൂഹത്തിന്റെ മാന്യത കാത്തു നിങ്ങൾ നിൽക്കേണ്ടതില്ല. നിങ്ങളുടെ തൊഴിലിന് നിങ്ങൾ സ്വന്തമായി ഒരു മാന്യത കൽപ്പിക്കുക. ഈ സൈബർ ഇടങ്ങളിലെ പ്രണയത്തിനും അതിലെ ചതിക്കുഴികളിലും അതുപോലെ തന്നെ വിനോദങ്ങളിലും ഏർപ്പെടുന്ന നിങ്ങൾ വിട്ടു നിൽക്കുന്നത് ഉത്തമമായിരിക്കും. മാത്രമല്ല, വളരെ ജാഗ്രതയോടെ നിങ്ങൾ കാലത്തെയും ലോകത്തെയും നോക്കിക്കാണേണ്ടതുണ്ട്. യേശുദേവൻ പറഞ്ഞ പോലെ പെൺകുട്ടികൾ മാടപ്രാവിനെ പോലെ നിഷ്കളങ്കരും മൂർഖം പാമ്പിനെ പോലെ കൂർമ്മബുദ്ധിയുള്ളവരുമായിരിക്കണം. സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഗധേയങ്ങൾ നിങ്ങൾ തന്നെ നിർണയിക്കണം. സ്ത്രീധനത്തിന്റെ പേരിലായാലും മറ്റ് ബുദ്ധിമുട്ടുകളുടെ പേരിലായാലും അങ്ങനെ ബലികഴിക്കപ്പെടേണ്ട ഒരു ജീവിതമല്ല നിങ്ങളുടേത്. സ്ത്രീജന്മം പുണ്യജന്മം എന്നൊക്കെ പഴയ കാലത്ത് വാഴ്ത്തിപ്പാടിയത് സ്ത്രീകളെ വെറുതെ സുഖിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ പോലും ഒരുപാട് പ്രതിസന്ധികൾ കടന്ന സ്ത്രീകളുടെ ജീവിതം അർത്ഥപൂർണമാണ്. അവരുടെ ലോക ജനതയുടെ നിലനിൽപ്പ് തന്നെ പലപ്പോഴും സ്ത്രീകളുടെ കയ്യിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം വെറും അരച്ചാൻ കയറിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആർത്തിക്കോ പകയ്ക്കോ വേണ്ടി ബലി കഴിക്കപ്പെടേണ്ടതല്ല. പല അവസരങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുട്ടികളുടെ ഭാവി മാത്രം ചിന്തിച്ച് ബുദ്ധിമുട്ടി കഴിയുന്ന സ്ത്രീകളുടെ അവസ്ഥ. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ സഹിച്ചു മരിക്കുന്നതുവരെ കാത്തു നിൽക്കരുത്. നിങ്ങൾ ജീവിച്ചിരുന്നാൽ മാത്രമേ അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. പെൺകുട്ടികളാണെങ്കിൽ വിവാഹം, പ്രണയം തുടങ്ങിയ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം. അത് നിങ്ങൾക്കൊരു സംരക്ഷണ വലയം ഒരുക്കുന്നില്ലെങ്കിൽ, അത് നിങ്ങളുടെ ജീവന് ഹാനികരമായി ഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം തേടണം.
അതുപോലെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. അവസാനം വരെ കാത്തു നിൽക്കരുത്. പെൺകുട്ടികളുടെ ജീവിതം എന്തുകൊണ്ടും വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഈ കോവിഡ് കാലഘട്ടത്തെ എങ്ങനെയൊക്കെ അതിജീവിക്കാമെന്ന് ഇതിനു മുമ്പ് പ്രസംഗിച്ച പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് കോവിഡ് കാലഘട്ടത്തിന്റെ നന്മകളെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. കോവിഡ് കാലത്തെ ഒരു രാത്രിയെ പോലെ നിങ്ങൾ കണക്കാക്കണം. രാത്രി ഇരുണ്ടതാണെങ്കിലും നാളെ പ്രഭാതത്തിൽ പുതിയ സൂര്യോദയത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ ഊർജം, അതായത് നല്ല ഉറക്കവും വിശ്രമവും ഒക്കെ നൽകുന്നത് രാത്രിയാണ്. അതുപോലെ തന്നെ കോവിഡ് ഒരു വില്ലന്റെ രൂപത്തിലായിരിക്കാം നിങ്ങൾക്ക് വന്നിരിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കോവിഡ് ഒരു വില്ലൻ മാത്രമല്ല, അതിന് പിന്നിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ മുഖം കൂടിയുണ്ട്. കോവിഡ് ഭാഗ്യശക്തികളുടെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ഒരുപാട് അനാചാരങ്ങളും ചടങ്ങുകളും ആർഭാടങ്ങളും ഒക്കെ കോവിഡ് ഒറ്റയടിക്ക് ഇല്ലാതാക്കി. അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ പെൺകുട്ടികളായ നിങ്ങളാണ്. കാരണം ഒരുപാട് അനാചാരങ്ങളും ആർഭാടങ്ങളും ഒക്കെ കെട്ടിയേൽപ്പിക്കുന്നത് നിങ്ങളുടെ ചുമലിലാണ്. അതുകൊണ്ട് കോവിഡിൻ്റെ എല്ലാ കാലവും കഴിഞ്ഞു പോകുന്ന പോലെ ഈ കോവിഡ് കാലവും കടന്നു പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഭാവിയിൽ നല്ല ഒരു കാലം വരുന്നതുവരെ, നല്ലൊരു സൂര്യോദയം നിങ്ങളെ വരവേൽക്കുന്നതുവരെ നിങ്ങൾ ക്ഷമയോടെ ജാഗ്രതയോടെ കാത്തിരിക്കണം. അടുക്കളയും IT-യും മാത്രമല്ല, സമസ്ത മേഖലകളും, രാജ്യഭരണം മുതൽ ബഹിരാകാശം വരെ എല്ലാം സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ കഴിവിനെ, കരുത്തിനെ, കരുതലിനെ തേടി കാത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ ഓർക്കുക. സെന്റ് മേരീസിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ല ഒരു ഭാവി ഈ കോവിഡ് കാലത്ത് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Thank you, ma'am, for your wise words. Sometimes it only takes one good song to bring back thousands of good old memories. Now, I invite Amuda VS for a song. മഴയായി ചാരുവതാരേ മർമരം നീർത്ത ചിറകൾക്കുള്ളിൽ കുയിലായി മാറുവതാരേ അവളുടെ കവിളിൽ തൊടുവിരലാളി കവിതകളെഴുതുന്നതാരേ മുകുളിതയാക്കിയതാരേ അവളെ പ്രണയിനിയാക്കിയതാരേ വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാളും മയങ്ങി പുലരിതൻ ചുംബന കുങ്കുമമല്ലി വിധുഗന്ധിനിയാക്കി അവളെ പനിനീർമലരാക്കി വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാളും മയങ്ങി. Thank you, ma'am.
Thank you, Amuda, for such a wonderful song. Next upon, I call Srimati Luli, retired professor, Department. Respected Principal Dr. Sister Maggie Jones, പിന്നെ ഈ കാര്യത്തിന് ചുക്കാൻ പിടിച്ച ഡോക്ടർ ലിറ്റി ഇരുമ്പൻ, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, എൻ്റെ പ്രിയപ്പെട്ട സ്മാർട്ടസ്റ്റ് ടൈപ്പ് ആകാൻ പോകുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പക്ഷെ അവർ എമിനന്റ് പ്രൊഫസേഴ്സ് ആണ്. ആ എമിനന്റ് പ്രൊഫസേഴ്സിനെയും എല്ലാവരെയും അതുപോലെ തന്നെ ഈ ബ്രോഷർ തയ്യാറാക്കിയ വിദ്യാർത്ഥിനികളെയും ബാക്കി അവിടെ പ്രസന്റ് ആയിരിക്കുന്ന എല്ലാ എൻ്റെ കുഞ്ഞുമക്കളെയും ഞങ്ങൾ ഏറ്റവും വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുട്ടികളെയും എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഇവിടെ വളരെ പ്രഗത്ഭരായ വ്യക്തികൾ, അവർ എല്ലാം തന്നെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി പറയാനുള്ളത് എൻ്റെ മനസ്സിൽ ഈ കുമ്മാട്ടിക്കളി വരും ഓണത്തിന്. അപ്പൊ നിന്റെ മനസ്സിൽ തോന്നിയിട്ടോ അത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടാന്ന് പറയും. അതുപോലെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, പറയട്ടെ? കേൾക്കാനുണ്ടല്ലോ അല്ലെ? കേൾക്കാനുണ്ട് മിസ്സേ, പറയൂ. ഓക്കെ, ദ ടോപ്പിക് ഈസ് കോപ്പിംഗ് വിത്ത് കോവിഡ് ക്രൈസിസ്, യൂത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത്. അതാണല്ലോ ടോപ്പിക്. ആ ടോപ്പിക്കിനുള്ളിൽ അന്തർലീനമായിരിക്കുന്ന എന്തെല്ലാമോ മേഖലകളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരുന്നു. മാത്രമല്ല ഈ ടോപ്പിക് നമ്മൾ കവർ ചെയ്യാൻ ഒരു 10 ദിവസമെങ്കിലും എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? ശരിക്കും ആലോചിച്ചാൽ അത്രയധികം പറയാനുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നി ബാക്കി എല്ലാം വിവരിച്ചു കഴിഞ്ഞു. അപ്പൊ ആ കാര്യങ്ങളൊന്നും ഞാൻ ഇനി സൂചിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നിയ എൻ്റെ മനസ്സിൽ രൂഢമൂലമായ ചില ചിന്തകളും, അതുകൂടാതെ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിലും അതുപോലെ പലരുടെ ചർച്ചകളിലും പലതിലും ഞാൻ കണ്ട് മനസ്സിലാക്കിയതും ആയ പല കാര്യങ്ങൾ ചേർത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ മനുഷ്യൻ എന്നത് അതുപോലെ പക്ഷിമൃഗാദികളെ പോലെ തന്നെ മനുഷ്യൻ എന്ന ഒരു വർഗമേ ഉള്ളൂ. അതില് സ്ത്രീ മനുഷ്യൻ, പുരുഷ മനുഷ്യൻ എന്ന് പറഞ്ഞ് അങ്ങനെ വ്യത്യാസമുണ്ടോ? സൃഷ്ടികർത്താവ് ഒരിക്കലും അങ്ങനെ ഒരു വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീ വേറെ പുരുഷൻ വേറെ ആയിട്ടുള്ള ഒന്നില്ല. ഒരേ കോയിന്റെ 2 വശങ്ങളാണ് ഒരു സ്ത്രീയും പുരുഷനും. അവർ ഒത്തൊരുമിച്ച് ആണ് നമ്മുടെ ഈ ലോക ജനതയെ നയിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ സ്ത്രീകൾക്ക് കുറച്ച് പവർ കൊടുത്തിട്ടുണ്ട്. ആ പവർ അവരുടെ കുറച്ച് ഡ്യൂട്ടീസും കൊടുത്തിട്ടുണ്ട്. ആ കടമകൾ നിർവഹിക്കാൻ ആവശ്യമായ മസിൽ പവറാണ് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് പ്രധാനമായും 4 കിലോയ്ക്ക് മേലെ വരെ ഭാരം താങ്ങി മാസങ്ങളോളം വീട്ടുജോലിയും പിന്നെ പുറത്തുപോയി ജോലിയും എല്ലാം ചെയ്യുന്ന ഒരു ഒരു കുഞ്ഞിനെ വയറിൽ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അത് താങ്ങി നിർത്താൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അതിന്റെ ആ മസിൽ സ്ട്രെങ്ത് അവിടെയും, പിന്നെ ഹാർട്ടിന്റെ മസിലും വളരെ സ്ട്രോങ് ആണ്. അതേസമയം പുരുഷന്മാരിൽ കായിക ബലമാണ്, കൈയും കാലും ആണ് കൂടുതൽ ശക്തമായിട്ടുള്ളത്. ഈ പുരുഷന്മാരുടെ ഈ ശക്തി അത് ഉപയോഗിക്കേണ്ടത് എന്തിനാണ് എന്നുള്ളതാണ് വിഷയം. അതായത് അവർ അത് സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത് അവരുടെ ശക്തി. പക്ഷെ ആരെയും നശിപ്പിക്കാനോ അവരെ കേടുവരുത്താനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ ആയിരിക്കില്ല. ഒരു സർവശക്തൻ ആയിരിക്കുന്ന ആ അദൃശ്യ ശക്തി നമ്മളിൽ മനുഷ്യരിൽ തന്നിരിക്കുന്ന ആ കഴിവുകൾ ഒരിക്കലും അതൊരു ദുരുദ്ദേശപരമായിരിക്കില്ല. ഈ ഹാർട്ട് അറ്റാക്ക് റേറ്റ് നോക്കുമ്പോൾ സ്ത്രീകളിൽ വളരെ കുറവാണ്, പക്ഷെ പുരുഷന്മാരിൽ അതിലും വളരെ കൂടുതലാണ്. അങ്ങനെ കാണുന്നുണ്ട്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സ്ത്രീ എന്ത് വിഷമം ഉണ്ടെങ്കിലും കരഞ്ഞ് അത് പുറത്തേക്ക് കളഞ്ഞ്
വളരെ ഫ്രീ ആവുകയാണ്. കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അത് പോകും. പക്ഷെ പുരുഷൻ എന്ത് വിഷമമുണ്ടെങ്കിലും അത് ഉള്ളിൽ താങ്ങി നിർത്തും. അവർക്ക് അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യില്ല, പറയില്ല, മിണ്ടില്ല, കരയൂല്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് രോഗസാധ്യത കൂടുതലാണ് സ്ത്രീകളെക്കാൾ. പിന്നെ സ്വതവേ സ്ത്രീക്ക് വളരെയധികം മെന്റൽ പവർ കൂടുതലാണ്. മെന്റൽ പവർ കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. മെന്റലി, നമ്മളിവിടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു. അപ്പൊ മെന്റൽ പവർ കൂടുതൽ ഉണ്ട് എന്നുള്ള വിവരം ഈ സ്ത്രീകൾ അറിയുന്നില്ല. അവരെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി, ഇങ്ങനെ പല കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മളുടെ കോളേജിൽ മോറൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എത്തിക്സ് അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ നിന്നും അവർ പലതും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ടാവുമല്ലോ. പക്ഷെ അതുപോലെ മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുഞ്ഞുനാളിലെ തൊട്ട് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കണം അവരാരാണ്, അവരുടെ ഉള്ളിന്റെ ശക്തി എന്താണ്, അവരുടെ മെന്റൽ പവർ എന്താണ്. നല്ല പവറുള്ള കുട്ടികളാണ് ഓരോരുത്തരും. ഒരാൾ വന്ന് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ ഒരു 10 പെൺകുട്ടികൾ വന്നാൽ അവരെ അടിച്ചിടാവുന്നേ ഉള്ളൂ. അതിനും ഈ കയ്യും കാലിന്റെ ശക്തി ആവശ്യമില്ല. അത് മെന്റൽ പവറാണ്. If you have a mental power and if you face that person who is coming to you to attack, he will just return back. That must be the mental power, which is because നമ്മളെ ജീവിപ്പിച്ച ആ ശക്തി ഉണ്ടല്ലോ, നമുക്ക് അദൃശ്യമായിരിക്കുന്ന ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യ കരങ്ങൾ, ആ ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട് എന്ന സത്യം ആ കുഞ്ഞുങ്ങളെ ചെറുതിലേ തൊട്ട് പഠിപ്പിച്ച് അവര് ഒരു പരിധി, അതായത് ഒരു 23-25 വയസ്സ് വരെയും അവരെ അറിയിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് അറിയുന്നില്ല. അവരുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകൾ ശരിയാണോ തെറ്റാണോ, എന്താണ്, എനിക്ക് എത്ര ബലമുണ്ട്, എനിക്ക് എത്ര ശക്തിയുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരോട് ചോദിച്ചാൽ അവര് എന്തൊക്കെയോ പറഞ്ഞു ഒഴിയും എന്നല്ലാതെ വളരെ സിൻസിയർ ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ടല്ലോ, അവര് നമ്മളുടെ അടുത്ത് ഓടി വന്ന് ആരോടും പറയാനില്ല, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം, വീട്ടിൽ അങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് പറയാൻ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടോ? അങ്ങനെ സ്വാതന്ത്ര്യമുള്ള, അതുപോലെ അറിവുള്ളവരാണോ? അറിവുള്ളവരെല്ലാവരും പഠിച്ചവരോ അങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്നും അതിനുള്ള സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഒരു സപ്പോർട്ട്, അതായത് നമുക്ക് ഒരു വിശ്വാസം, അത് എന്തോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ആ വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നു. അത് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ മനസ്സിലാണ്. മനഃശക്തി, സ്ത്രീക്ക് മനഃശക്തി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. സ്ത്രീക്ക് അപാരമായ മനഃശക്തി ഉണ്ട്, ചെറിയ മനഃശക്തി അല്ല. വളരെയധികം കഷ്ടതകൾ അതിജീവിച്ചിട്ടാണ്, ഓരോ ഹേർഡിൽസും കടന്നിട്ടാണ് അവൾ ഓരോ നിലയിലും അവൾ ജീവിച്ചു പോരുന്നത്. അപ്പൊ സ്ത്രീക്ക് ശക്തിയുണ്ട്. ആ പുരുഷന് എന്തൊക്കെ പറഞ്ഞാലും അവര് പിന്നെയും സാരമില്ല എന്നൊക്കെ വിചാരിച്ച് അവരങ്ങനെ കൂടിപ്പോകുന്നതാണ്. ബിക്കോസ് അവരെ പഠിപ്പിച്ചിട്ടില്ല. അവരുടെ മനഃശക്തി എത്രയുണ്ട് എന്ന് ആ പെൺകുട്ടികൾക്ക് അറിയില്ല. അവർക്ക് നല്ല മനഃശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, ബ്രെയിൻ പവർ. അവർ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് അറിയാതെ വരുന്നതിന് എന്താണ് കാരണം എന്നതാണ് ഏറ്റവും വലിയ വിഷയം. കുറെ കാര്യങ്ങൾ, അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നോക്കിയാൽ, മുഖത്ത് നോക്കിയാൽ പറയാൻ പറ്റില്ല. നമുക്ക് ആ മുഖത്ത് നോക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായ ആ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് മായാൻ പറ്റുമോ? അതിൽ നമ്മൾ ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസം കാണാറില്ല. അവർ തന്നെയല്ലേ വളരുന്നത് എന്നാണ് ഞാൻ ഞാൻ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവരല്ലേ വളർന്നു വരുന്നത്? അപ്പൊ വളർന്നു വരുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ഈ അനാവശ്യമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു അവർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ആൺകുട്ടികളും ഈക്വലി അവർ കഷ്ടപ്പെടുന്നുണ്ട്. അവർ മാനസികമായി വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും. ഈ സമയത്തെന്നല്ല, കൊറോണ എന്നല്ല, എപ്പോഴും പലതരം ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നവരാണ് എല്ലാവരും. എല്ലാ മനുഷ്യരും ലോകത്ത് എല്ലാം സുഖമായിട്ട്, എല്ലാം സുഗമമായി പോകുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ. ഏത് കഷ്ടതകൾ വന്നാലും, ഏത് ഹേർഡിൽസ് വന്നാലും, ഈ സ്പോർട്സിൽ ഹേർഡിൽസ് വെച്ചിട്ടുള്ള പോലെ ഒരു ഹേർഡിൽ കാണുമ്പോൾ ഞാൻ കിടക്കില്ല, അത് ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ അതിലെന്താണ് അർത്ഥമുള്ളത്? ഇത് കൊറോണ എന്നൊരു ഹേർഡിൽ, പിന്നെ ഓൺലൈൻ ക്ലാസ് എന്ന് വേറൊന്ന്, പിന്നെ വേറെ കുറെ ആൾക്കാർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. വൈ ഷുഡ് യു ഹാവ് ടു ഫേസ് ഇറ്റ്? You have to face it yourself. You have to face it yourself. നീ തന്നെ അത് നേരിടണം, വേറെ ആരുമില്ല. അതിനൊരു കഥ പറഞ്ഞുതരാം.
അതായത് ഒരു ഉണങ്ങിയ കൊമ്പിൽ നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം, ഒരു കിളി ഇരിക്കുകയാണ്. അപ്പൊ ആരോ ചോദിച്ചു ആ കിളിയോട്, എന്ത് ധൈര്യത്തിലാണ് നീ ഉണങ്ങിയ കമ്പിൽ ഇരിക്കുന്നത്? അത് ഒടിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ആ കിളി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞാൻ ഉണങ്ങിയ കൊമ്പിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്, എന്റെ ചിറകിന്റെ ശക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അതാ നമുക്ക് അത്ര പോലും ബുദ്ധി ഇല്ലേ? മനുഷ്യന് അത് അത്ര പോലും ബുദ്ധി ഇല്ലാണ്ടാണോ? ഒരിക്കലുമല്ല. അവർ വേറെ ഏതോ ഒരു മേഖലയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. വീട്ടിൽ നിന്ന് തുടങ്ങണം. നേരത്തെ പലരും പറഞ്ഞതുപോലെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ പോലെ അമ്മ അച്ഛനെ എന്നോട് എനിക്ക് എന്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ, ഞാൻ പഠിച്ച ക്ലാസ്സുകളിൽ എനിക്ക് അവിടെയും അതേപോലെ തന്നെയുള്ള സ്വീകരണം കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ അല്ലാതെ ആ കോളേജുകളിലും സ്കൂളുകളിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടികളുണ്ടാവും. അത് പെൺകുട്ടികളായതുകൊണ്ട് അങ്ങനെയുണ്ട്. എന്തെല്ലാമോ കേസസ് ധാരാളം കേൾക്കുന്നുണ്ട്. പിന്നെ വേറൊന്ന്, സ്വന്തം മനസ്സുകളെ, അതുകൊണ്ട് നമ്മുടെ കോളേജിലുള്ള ഈ ക്ലാസ്സുകൾ പോലെ എല്ലായിടത്തും വേണമെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു പീരീഡായിട്ട് എല്ലാ സ്ഥലത്തും, അത് നമ്മൾ ആരോട് പറയണം, ആരോട് പറഞ്ഞാൽ അത് നടക്കും? എല്ലാ സ്ഥലത്തും ഇതുപോലെ അവർക്കൊരു മനസ്സിനെ അറിയാനുള്ള ഒരു ക്ലാസ് എടുക്കണം എന്നൊക്കെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും ഇത് കേൾക്കാം. ഇത് നമ്മുടെ കോളേജിലുള്ള കുട്ടികൾക്ക് ഒരു പക്ഷെ ഒരു എപ്പിസോഡിൽ കാണാമായിരിക്കും. പക്ഷെ അവര് മാത്രമല്ലേ കേൾപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് മറ്റേ സൈഡും കൂടെ, യൂത്ത് എന്ന് പറയുമ്പോ പെൺകുട്ടികളും ആൺകുട്ടികളും പെട്ടതാണല്ലോ യൂത്ത്. അവര് രണ്ടുപേരും ഒരുപോലെ തുല്യരായി ആരോഗ്യവും മാനസികാരോഗ്യവും ഉള്ളവരായിരിക്കണം. ഈ മാനസികാരോഗ്യം കുറയുമ്പോഴല്ലേ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോ അബദ്ധത്തിൽ ആ സമയത്ത് എന്തോ ചെയ്യുന്നതായിരിക്കാം. വി ഡോണ്ട് നോ. നമുക്കൊരു ഒരാളുടെ മനസ്സ് നമ്മുടെ മനസ്സിലെന്ന് നമുക്കറിയില്ല. ഇപ്പൊ എന്റെ മനസ്സ് എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മനസ്സറിയാം? അതുകൊണ്ട് ആ മനസ്സ് അറിയാൻ പഠിപ്പിക്കണം ആദ്യം, അല്ലെ? ആദ്യം ആ മനസ്സ് അവരുടെ എന്താണ്, എന്റെ മനസ്സിന് എത്ര ശക്തിയുണ്ട്, എത്ര ഇത് വന്നാൽ എനിക്ക് ഇപ്പൊ വന്നതൊക്കെ ഞാൻ നല്ലതിനെന്നാണ് വിശ്വസിക്കുന്നത്. പണ്ട് സിസ്റ്റർ ലൂസി പറയാറുണ്ട്, വരുന്നതൊക്കെ നല്ലതിനാണ് മോളെ എന്ന് പറയും. വരുന്നതെല്ലാം നല്ലതിനാണ്, വന്നതും നല്ലതിനാണ്, വരുന്നതും നല്ലതാണ്, ഇനി വരാൻ പോണതും നല്ലതാണ്. ഇനി കോവിഡ് 3ാം തരംഗം വന്നാൽ അതും നല്ലത് തന്നെ. കാരണം ഒരുപാട് വൃത്തിയും വെടുപ്പും ശുദ്ധിയും ഒക്കെ പഠിപ്പിച്ചു. പണ്ട് കാലത്ത് കുളിച്ചിട്ട് വേണം അകത്ത് കയറാൻ. സ്കൂളിൽ നിന്ന് നേരെ അടുക്കളയിലേക്ക് പോകാൻ പറ്റില്ല, കുളിക്കണം. എവിടെയാന്നറിയോ? പുഴയിൽ പോയി കുളിക്കണം. അതാണ് പണ്ട് കാലം. ആ കാലത്തേക്ക് തിരിച്ചു പോവുകയാണോ എന്നൊരു സംശയം എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ മുഖംമൂടിയും ധരിച്ച് ഈ കൈയും കഴുകി നമ്മൾ നടക്കുകയാണ്. ഇപ്പൊ അത് പഠിപ്പിക്കുന്നു. കൊറോണ ഈസ് ടീച്ചിങ്, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. റിപ്പീറ്റേഷൻ ഞാൻ പറയുന്നില്ല. പിന്നെ ഇനി പറയാനുള്ളത് സ്ത്രീ അബല അല്ല. സ്ത്രീ അബല എന്ന് പറഞ്ഞ് ഒരു എന്താ പറയാ, ആരോ അങ്ങനെ പറഞ്ഞു, ഒരാൾ പറഞ്ഞു, പലരും കേട്ടു, അവരൊക്കെ അത് പറഞ്ഞു. സ്ത്രീ അബലയാണ്, അല്ല. സ്ത്രീക്കാണ് പുരുഷനേക്കാൾ ശക്തി, നല്ല ബലമുണ്ട്. അവളുടെ മനസ്സിന്റെയാണ് ഞാൻ പറഞ്ഞത്, മനസ്സിന്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നിനക്ക് മനസ്സിന് നല്ല ശക്തിയുണ്ട്, നിന്റെ മനസ്സിന്റെ ശക്തി കൊണ്ടാണ്. കാരണം ഞാൻ അനുഭവത്തിലൂടെയാണ് പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്ന, എനിക്ക് ഒന്നുമേ അറിയാത്ത ഞാൻ ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ വെറുതെ ബുക്കിൽ വായിച്ചത് കൊണ്ടും മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയത് കൊണ്ടും കാര്യമില്ല. നമ്മളുടെ അനുഭവം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. ഓരോ അനുഭവവും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടായോ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഹൗ ടു കോപ്പ് അപ്പ് വിത്ത് സച്ച് എ സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ. എന്നാൽ ഈ വഴിയില് പെട്രോളും മറ്റും ഒഴിക്കുന്ന സമയത്ത് ആരുമില്ല അവിടെ വേറെ മസിൽ പവർ ഉള്ളവർ. എല്ലാവരും നോക്കിയെന്ന് ഫോട്ടോ എടുത്തു. അതാണ് ആവശ്യം. അതിനൊക്കെ ഞാൻ എതിരാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രപഞ്ച ചൈതന്യം, അത് ശക്തമായി നിങ്ങൾ വിശ്വസിക്കുക. അത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടെന്ന് ശക്തമായി വിശ്വസിച്ചാൽ ഒരു നോട്ടം കൊണ്ട് ആ വരുന്ന ആളെ ഓടിക്കാൻ പറ്റും. അത് ഉറപ്പാണ്. അതെങ്ങനെ നമ്മൾ അവർ പഠിപ്പിച്ചെടുക്കും? അതാണ്. അല്ലാതെ ശാക്തീകരണം ഒരർത്ഥമില്ല. ഒരു കോയിന്റെ 2 വശമാണ്. ഒരു വശം സ്ത്രീ, ഒരു വശം പുരുഷനുമാണ്.
അപ്പൊ പിന്നെ നമ്മൾ എന്താണ് സ്ത്രീ ശാക്തീകരണം? ഒരു ഭാഗം, ഒരു കോയിന്റെ ഒരു ഭാഗം മാത്രം കട്ടിയിൽ ഉണ്ടാക്കുക, അങ്ങനെ പറ്റില്ല. സോ ഇത് എല്ലാവരും കൂടി ചേർന്നതാണ് സമൂഹം. സ്ത്രീകളൊരു സമൂഹം. എന്നാ പിന്നെ കുറെ ഒരു രാജ്യം സ്ത്രീകളുടെ മാത്രമാക്കിയിട്ട് ഒരു രാജ്യം പുരുഷന്മാരുടെ മാത്രം ആക്കാൻ പറ്റില്ല. അവര് രണ്ടുപേരും കൂടി സഹകരിക്കുമ്പോഴാണ് അല്ലേ നമ്മളൊരു കുടുംബം ഉണ്ടാകുന്നത്. ആ കുടുംബം, ജന്മ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. കല്യാണം ഒരു മസ്റ്റ് അല്ല, ഒരിക്കലുമല്ല. പക്ഷെ ഒരു ജോലി ഒരു മസ്റ്റ് ആണ്. അത് എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മയാണ്. അമ്മ പറഞ്ഞു, നീ എന്ത് ജോലിക്ക് ഓടിയൊക്കെ പോണം, ജോലിക്ക് പോണം, ഉറപ്പായിട്ടും പോണം എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ അടുത്ത സ്റ്റേജില് അത് കളയേണ്ട സംഗതികൾ വന്നപ്പോൾ ഞാൻ കളയില്ല എന്ന് പറഞ്ഞു, പിടിച്ചു നിന്നു. അതാ ഞാൻ പറഞ്ഞു, അതാണ് ആ മനഃശക്തി. ആ മനഃശക്തി കാരണം അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ജോലി കളഞ്ഞിട്ട് അവര് ആ ആള് ആരാണോ അവിടെ പോയി താമസിക്കണം. അത് നടക്കില്ല, എന്റെ അടുത്ത് നടക്കില്ല. കാരണം ഞാൻ സ്വപ്നതുല്യം സ്നേഹിക്കുന്ന എന്റെ സെന്റ് മേരീസ് കോളേജും എന്റെ ടീച്ചിങ് പ്രൊഫഷനെയും വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളെ കിട്ടി. അത് മനസ്സിന്റെ പവർ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്കങ്ങനെ വിശ്വസിക്കാതെ നിവൃത്തിയില്ല. ഓൾസോ ഐ കുഡ് ലുക്ക് ആഫ്റ്റർ മൈ പേരൻസ്. അല്ലെങ്കിൽ നടക്കില്ല, ഞാൻ എവിടെയോ ആയിരിക്കും, ഞാൻ ഒരു കാണുന്നില്ല. സോ ദർ ആർ സോ മെനി പ്ലസ് പോയിന്റ്സ്, മൈനസ് പോയിന്റ്സ്. ഇത് നമുക്ക് ഒരിക്കലും മുഴുവനായി ഇത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഒരു നേരത്തെ ആരോ പറഞ്ഞു, അത് ആ പോയിന്റ് എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. നമ്മൾ ജനിച്ചത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ? എനിക്ക് ജനിക്കണം കേട്ടോ എന്ന് ആരോടെങ്കിലും നമ്മൾ പറഞ്ഞോ? ഇല്ല, നമ്മൾ ജനിച്ചു. അപ്പോ മരിക്കുന്നതും നമ്മളുടെ ഇഷ്ടത്തിന് മരിക്കാൻ പാടില്ല. അതായത് ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നുള്ള സത്യം. ഈ കുട്ടികൾ പെട്ടെന്ന് പോയി ആത്മഹത്യ ചെയ്തു, അത് മരിച്ചില്ല എന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്തു. എന്താ കാര്യം? അതുകൊണ്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യണം. ഇപ്പൊ ജമ്മ പറഞ്ഞ പോലെ ഈ പഠിക്കുന്ന കുട്ടികൾ ജോലിക്ക് പോട്ടെ, ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ടാണ്. ഇപ്പൊ വലിയ വലിയ രാജ്യങ്ങളില് ചെന്നാൽ നമുക്ക് കാണാലോ, അവിടെ ചെറിയ ജോലികൾ ചെയ്ത് കാശുണ്ടാക്കിയിട്ടാണ് അവർ പഠിക്കുന്നത്. 12 വയസ്സ് വരെ അവർ നോക്കുള്ളൂ. പല സ്ഥലത്തും അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ധൈര്യം ആ കുട്ടികളിൽ നമുക്ക് പകർന്നു നൽകാൻ നമ്മൾക്ക് എല്ലാവർക്കും കൂടി സാധിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. നമ്മൾ ഇതുപോലെയുള്ള വെബിനാറുകൾ നടത്തിയാൽ അവരത് ശ്രദ്ധിച്ചു കേൾക്കും. അവരുടെ വീട്ടുകാരും കൂടി ചേർത്ത് എല്ലാവരും ഇരിക്കണം എന്നതാണ് സത്യം. അങ്ങനെ വന്നാൽ ഈ പേരൻസിനും കുറെയൊക്കെ മനസ്സിലാവും. നമ്മൾ പേരൻസിനെ ഒന്നും കാണാറേ ഇല്ല. ഇപ്പൊ എത്രയോ കാലമായിട്ട് പേരൻസിനെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു കുട്ടി കഴിഞ്ഞ ദിവസം, എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ്, ആ കുട്ടിയുടെ ടീച്ചർ മിസ് എന്നെ വിളിച്ചു. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ കുട്ടി ആകെ ഒരാഴ്ച കണ്ടിരിക്കുന്നത് നേരിട്ട് ഈ മിസ്. പക്ഷെ ഷീ ഈസ് ഡൂയിങ് സോ മെനി തിങ്സ്. ഷീ ഈസ് ആക്സെപ്റ്റിംഗ്. ഒരു കാര്യം ചെയ്യൂ എന്ന് പറയുമ്പോൾ വേഗം ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ആ കുട്ടി അതിജീവിച്ചിട്ടുണ്ട്. ആ ഇപ്പോഴത്തെ കഷ്ടപ്പാടിനെ ആ കുട്ടി അതിജീവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അതിൽ നിന്നും മനസ്സിലായത്. എന്തായാലും ഏറ്റവും അണ്ടർലൈൻ ഇട്ട് ഞാൻ പറയുന്നത്, ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. എത്ര കഷ്ടം വന്നാലും മറ്റൊരാള് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മളെ കൊന്നിട്ട് പോകുന്ന ആത്മഹത്യ അല്ലല്ലോ. സ്വയമായി നമ്മള് അതിന് അർഹതയില്ല. അത് തെറ്റാണ്. ദാറ്റ് ഈസ് എഗൻസ്റ്റ് ദ വിൽ ഓഫ് ദാറ്റ് സുപ്രീം ബീയിങ്. പിന്നെ ഈ പ്രതിസന്ധികൾ നമ്മളെ വളർത്തുക ചെയ്യുക. നമുക്ക് ഒരു പ്രതിസന്ധി വന്നു, അയ്യോ കൊറോണ, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവരും എന്നോട് പലരും പറയും, ഞങ്ങൾ ബാങ്കിൽ ഈ ദിവസം വരുന്നുണ്ടല്ലോ, ഞങ്ങൾ ഈ ഓഫീസിൽ ഈ ദിവസവും പോകണ്ടല്ലോ, നിങ്ങൾ എന്താ അങ്ങനെ പറയണേ, ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ, എത്ര ഈ ദിവസങ്ങൾ മുഴുവൻ ഞങ്ങൾ വരാതിരുന്നിട്ടില്ലല്ലോ എന്നാണ് അവർ നമ്മളോട് ചോദിക്കുകയാണ്. ഈ കുട്ടികളെ അവർക്ക് വാക്സിനേഷൻ കിട്ടിയിട്ടില്ല, വാക്സിനേഷൻ കിട്ടിയാലും കാര്യമുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരുപാട് ആർക്കും തന്നെ ഇതിനെപ്പറ്റി അറിവില്ല. അതുകൊണ്ട് കൊറോണ എന്ന് പറഞ്ഞ് പേടിക്കുകയും ആ വരുന്ന സത്യം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഒരു അറ്റാക്ക് ചെയ്യാൻ ആരോ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ നല്ല വശം മാത്രം, വസന്ത പറഞ്ഞ പോലെ അതിന്റെ നല്ല വശം, വസന്തയാണോ സെലീനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അതിന്റെ നല്ല വശം എടുക്കണം. ഇറ്റ് ഹാസ് ഇറ്റ്സ് പോസിറ്റീവ് ഇഫക്റ്റ് ഇല്ലേ? പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടായില്ലേ? കാരണം അത് കാരണം മനുഷ്യനിപ്പോ കുറെ നന്നായി. കാരണം കൈ കഴുകാനും, കൈ ഇടയ്ക്കിടയ്ക്ക് കഴുകണം. പിന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് പോകാൻ പാടില്ല. ഇത് ചിലപ്പോ മറന്നുപോയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓടി അകത്തേക്ക് കയറിയിട്ട് ഉടനെ നമ്മളിത് കെട്ടില്ലേ? ആരെയോ പേടിച്ചിട്ടാണോ
പേടിച്ചിട്ട് മാത്രല്ലല്ലോ, നമുക്ക് വരുവോ എന്നുള്ള പേടി നമുക്കുണ്ട്. അപ്പൊ ആ റിയലൈസേഷൻ. സോ അങ്ങനെ പലതും. പിന്നെ വേറൊന്നും എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികളെ നമ്മൾ ഇങ്ങനെ പിന്നാലെ നടന്ന് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ക്ലാസ്സിൽ നടക്കുന്നത്. ഒരാൾ ക്ലാസ് എടുക്കുന്നു, ചില സ്കൂളുകളിലൊക്കെ വെറുതെ ബുക്ക് ഇങ്ങനെ ഒരു ചാപ്റ്റർ വായിച്ചു പോത്രേ. അപ്പൊ അങ്ങനെ വായിച്ചു പോയ കുട്ടി ഇവിടെ വന്ന് എൻ്റെ അടുത്ത് സംശയം ചോദിക്കാൻ വരാറുണ്ട്. ഒന്നും അറിഞ്ഞൂടാ, കുറെ നോട്ടും പകർത്തി, നോട്ട് പകർത്തിയതെല്ലാം തെറ്റാണ്. അത് അന്ന്, ഇപ്പോഴല്ല, കൊറോണ പീരീഡിലല്ല. അപ്പൊ ആലോചിച്ചു. അപ്പൊ എനിക്ക് എന്താ പറയണ്ടേ, എനിക്ക് പറയാം ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ സംശയം ചോദിച്ചു ഇവിടെ വന്നപ്പോ എഴുതിയതൊക്കെ തെറ്റാണ് പകർത്തിയെടുത്തിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, വെറുതെ ബുക്ക് വായിച്ചു. ഒരു ചാപ്റ്റർ കഴിഞ്ഞു ഒരു ദിവസം, ഒരു അവർ, ഇൻ 1 hour. നമ്മളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആരോ ആയിക്കോട്ടെ, ബുദ്ധിമുട്ടുണ്ട് തൊണ്ടയ്ക്ക്, സോറി. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് 24 മണിക്കൂറും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. 24 മണിക്കൂറും നിങ്ങൾക്ക് ആഭരണങ്ങളെല്ലാം കുറെ ഇടണമെന്ന് തോന്നിയാൽ ഇട്ടിട്ട് 24 മണിക്കൂർ ഒരു സ്ത്രീ ഏത് രാജ്യത്തിൽ 24 മണിക്കൂറും സഞ്ചരിക്കാൻ സാധിക്കുമോ? ആ രാജ്യം ലോകത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തും. 24 മണിക്കൂറും ഒരു സ്ത്രീ ആഭരണങ്ങൾ ഇടുകയോ ഇടാതിരിക്കുകയോ എങ്ങനെയാണെങ്കിലും വളരെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യണം അവൾക്ക് 24 മണിക്കൂറും. ഇഫ് ദാറ്റ് ഇസ് പോസിബിൾ, ആ രാജ്യം തീർച്ചയായിട്ടും ഏറ്റവും ഉന്നതങ്ങളിലെത്തും. അങ്ങനെയുള്ള ഒരു രാജ്യമുണ്ടോ എന്നോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് പലതിൽ നിന്നും പല ഡിസ്കഷൻ ഞാൻ മിക്കതും കേൾക്കാറുണ്ട്. എനിക്ക് വല്ലാതെ വേദന തോന്നിയ ഒരു കാര്യമാണ് ആ കുറെ കുട്ടികളുടെ മരണം. അത് നമുക്ക് എന്താ പറഞ്ഞു വെച്ചാൽ അവർ വളരെ യങ് ഏജാണ്. അപ്പൊ അവര് ഒരിക്കലും മരണം അങ്ങനെ സ്വയം മരിക്കുന്നത് തെറ്റാണ്. അപ്പൊ ആ ബോധം അവര് വീട്ടിൽ പറയാതിരിക്കുക, വീട്ടിൽ മിണ്ടാതിരിക്കുക, അതൊക്കെ എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ വീട്ടുകാരെ നമുക്ക് ഇതുപോലെ വെബിനാർ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങനെ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അവരുടെ വീടുകളിൽ പോവാം. ഇപ്പൊ അതേ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് കാര്യമായൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് എനിക്കിപ്പോ തോന്നിയത് ഇത്രയേ ഉള്ളൂ. മനഃശക്തി വർദ്ധിപ്പിക്കുക കുട്ടികളുടെ. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഒരെണ്ണം കാണുമ്പോഴത്തേക്കും തളരാൻ പാടില്ല. മനസ്സ് പതറരുത്. മനസ്സ് പതറിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്കറിഞ്ഞിട്ട് കാര്യമില്ല. ഈ കുഞ്ഞുങ്ങളെ ജനിച്ചു വീഴുമ്പോൾ അവർക്കൊന്നും അറിയില്ല. അവർ 4 വയസ്സ് 5 വയസ്സ് വരെ അവർക്ക് ഒരു വളരെ ഇന്നസെന്റ് ആണ്. അത് കഴിഞ്ഞ ഏതോ ഒരു കാലഘട്ടത്തിൽ അവർക്ക് എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ മാറ്റത്തിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യാൻ എങ്ങനെ പറ്റും? ഈ നിയമനിർമ്മാണം ആവശ്യമാണ്. ഈ നിയമനിർമ്മാണം ആര് നടപ്പിലാക്കും? അതിന് നടപ്പിലാക്കണമെങ്കിൽ പേരൻസ്, നമ്മുടെ ബാക്കിയുള്ള സൊസൈറ്റി, അതുകൂടാതെയുള്ള എല്ലാ നിയമനിർമ്മാണം നടപ്പിലാക്കേണ്ട സ്ഥാപനങ്ങൾ, പിന്നെ അതിനുള്ള ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും കൂടി സഹകരിച്ചാൽ നമുക്ക് എല്ലാവരെയും സംരക്ഷിക്കാൻ പറ്റില്ലേ? പിന്നെ എന്തിനാണ് ഈ സംരക്ഷിക്കാനുള്ളവരെയൊക്കെ നിർത്തിവെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഐ ബിലീവ് മെന്റൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുക. അവരുടെ മെന്റൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇപ്പൊ ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നോട് പറഞ്ഞു, അവര് കുറെ പരിപാടികൾ എന്തൊക്കെയോ ഈ ഓൺലൈൻ ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ ദേ ആർ ഹാപ്പി. അപ്പൊ അങ്ങനെ ഹാപ്പി ആക്കാൻ, അല്ലെങ്കിൽ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണ്. ഡിഗ്രി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. MSc-ക്കാർ പോലും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. നമ്മളെല്ലാവരും കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളത്. കഥയിലൂടെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ അവരൊരു ശക്തമായ ഒരു ജനസമൂഹം നമുക്ക് വളർത്തിയെടുക്കാം. അത് എടുത്തേ പറ്റൂ. നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം എന്ന് ഞാൻ ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, ma'am, for such motivating words. Next upon, I call Dr. Josephine Joseph, retired professor, Department of English. Respected Principal, Dr. Sister Maggie Jose, my dear colleagues, both retired and present, Dr. Litty, coordinator of this program, and dearest students.
മിസ് ജമ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ നടത്താൻ കുറച്ച് വൈകിപ്പോയി എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് പ്രയോജനപ്പെടുമോ എന്നൊക്കെ തോന്നിയതാണ്. പക്ഷേ നമുക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്ന് സ്വാർത്ഥരായിട്ട് ജീവിക്കുമ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊരു തെറ്റാണ്, ഒരു പാപമാണ്. മിസ് മേരിക്കുഞ്ഞ് ആ തീക്ഷ്ണമായിട്ട് ഇന്നത്തെ ആ ഒരു സാഹചര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്. ക്രിസ്ത്യാനിറ്റിയിൽ പറയും 2 തരം സിൻസ് ഉണ്ടെന്ന്. സിൻ ഓഫ് കമ്മീഷനും സിൻ ഓഫ് ഒമിഷനും. നമ്മൾ ചെയ്യരുതാത്തത് ചെയ്യുമ്പോൾ അത് സിൻ ഓഫ് കമ്മീഷനാണ്. നുണ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് കോവിഡ് പ്രതിസന്ധിയിൽ മാറി നിന്നാൽ ഒന്നും ചെയ്യാതെ ഒരു വലിയ സിൻ ഓഫ് ഒമിഷൻ, ഒരു പാപമാണ്, ഒരു തെറ്റാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് യുവതലമുറയോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്. അതുകൊണ്ട് ഈ സെഷൻ ഓർഗനൈസ് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുത്ത മിസ് ലക്ഷ്മിക്കും ഇത് കോർഡിനേറ്റ് ചെയ്ത ലിറ്റിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതിൻ്റെ കൂടെ എനിക്കിപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്, ഈ സെഷൻ നമ്മൾ ഇന്ററാക്റ്റീവ് സെഷൻ ആണ് പേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു 1 സൈഡഡ് അഫെയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടീച്ചേഴ്സ് മാത്രമാണ് സംസാരിക്കുന്നത്. വിദ്യാർത്ഥിനികളുടെ വ്യൂ പോയിന്റ്സും അവരുടെ വിഷമങ്ങളും ഒന്നും നമ്മൾ ഇനിയും എന്താ പറയുക ഡയറക്റ്റ് ആയിട്ട് അറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ശരിക്കും അത് ലിറ്റി ഒരു ചാൻസ് ഇതിനു ശേഷം തരും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, ഇനി എല്ലാവരും പറഞ്ഞതുപോലെ കോവിഡ് എന്ന മഹാമാരി നമ്മുടെയൊക്കെ ജീവിതങ്ങളെ തകിടം മറിച്ചു എന്നതിൽ സംശയമൊന്നുമില്ല. നമ്മളൊക്കെ വീടുകളിൽ ഒറ്റപ്പെട്ട് ബന്ദികളായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് മാസ്ക് ഒക്കെ വെച്ച് എന്തൊരു അസ്വസ്ഥതയാണ് ആ മാസ്ക് വെച്ച് എല്ലായിടത്തും പോകേണ്ടി വരുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പക്ഷെ ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് യുവതലമുറ തന്നെയാണ്. ഓടിയും ചാടിയും സുഹൃത്തുക്കളോടൊപ്പം ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ കലാലയത്തിൽ ഏറ്റവും നല്ല ആ ഒരു കാലഘട്ടം ചിലവഴിക്കേണ്ട യുവതലമുറ അവര് മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഒക്കെ മുമ്പിൽ ചടഞ്ഞുകൂടിയിരുന്ന് ഒറ്റയ്ക്ക് കുറേ നേരം ഇരിക്കുമ്പോൾ അത് വിരസത ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതിൽ എനിക്ക് തോന്നുന്ന ആർക്കും സംശയം ഉണ്ടാവില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് സൈക്കോളജിക്കൽ റിസോഴ്സ് സെന്റർ തിരുവനന്തപുരം നടത്തിയ ഒരു പഠനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് 60% കോളേജ് വിദ്യാർത്ഥികൾ ഈ കാലഘട്ടത്തിൽ ഡിപ്രഷന് അടിമകളാണ്. വേരിയിങ് ഡിഗ്രീസിൽ, ചിലരിൽ കൂടുതലായിട്ടുണ്ട്, ചിലരിൽ കുറഞ്ഞ അളവിലുണ്ട്. എന്നാലും അവർക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ട്. ക്ലാസ്സസ് നേരാവണ്ണം എടുത്തു കിട്ടില്ലേ, ഞങ്ങൾക്ക് പരീക്ഷ നന്നായി എഴുതാൻ സാധിക്കുമോ, ഞങ്ങൾക്ക് ജോലി കിട്ടുമോ, ജോലിയുടെ ഒരു വലിയ പ്രശ്നം അവരുടെ മുൻപിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആകുലതകൾ യുവതലമുറയെ അലട്ടുന്നുണ്ട്. അത് അവരെ വല്ലാതെ സ്ട്രെസ്സിലേക്കും ടെൻഷനിലേക്കും ഒക്കെ തള്ളിവിടുന്നുണ്ട്. ഇനി എൻ്റെ മുമ്പ് പറഞ്ഞ പലരും പറഞ്ഞു മഹാമാരികൾ പലതും ഇതിനു മുൻപും വന്നിട്ടുണ്ട്. മഹാമാരികൾ മാത്രമല്ല, മഹാവിപത്തുകളും പലതരത്തിലുള്ളത്. വേൾഡ് വാർസ് വന്നിട്ടുണ്ട്, നമ്മൾ ഫ്ലഡിനെ അഭിമുഖീകരിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് മഹാവിപത്തുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ മഹാവിപത്തുകളെ നേരിടാൻ നമുക്ക് വേണ്ടത് മെന്റൽ സ്ട്രെങ്ത് തന്നെയാണ്. പക്ഷേ
പെട്ടെന്ന് മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ധൈര്യത്തോടെ അതിനെ നേരിടുമ്പോൾ നമുക്ക് മെന്റൽ സ്ട്രെങ്ത് കിട്ടും. ഇനി മെന്റൽ സ്ട്രെങ്ത് വരുന്നത് മെന്റൽ ഫിറ്റ്നസിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാനസിക ആരോഗ്യമുള്ളവർക്കാണ് മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവുന്നത്. അപ്പൊ ഈ നമ്മള് ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ടോക്കിയോയിലെ ഒളിമ്പിക് ഗെയിംസ് നടക്കുകയാണ്. ആ ഒളിമ്പിക് ഗെയിംസ് വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മികവും കഴിവും ഉള്ളവർക്ക് മെന്റൽ സ്ട്രെങ്ത്തും കൂടെ ഉണ്ടെങ്കിലാണ് അവരുടെ ഇനങ്ങളിൽ വിജയിക്കുന്നത്. പലപ്പോഴും മികവുള്ളവർ അവിടെ പതറിപ്പോകുന്നത് ഈ മെന്റൽ സ്ട്രെങ്ത്, മെന്റൽ ഫിറ്റ്നസ് എന്ന് ഞാൻ പറയും, മാനസിക ആരോഗ്യം ഇല്ലാതാകുമ്പോഴാണ്. ഇനി മെന്റൽ ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കാനുള്ള കുറച്ച് ടിപ്സ് എന്നേ ഞാൻ പറയുള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊന്നല്ല, ചെറിയ സിമ്പിൾ പ്രാക്ടിക്കൽ കാര്യങ്ങൾ. എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, എത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പൊതുവെ ലൈഫ് കുറച്ചും കൂടെ സമാധാനപരവും എന്താ പറയാ ആവണമെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയോ, അത് ഫിക്ഷനാണോ എന്നൊന്നും എനിക്ക് സംഭവമാണോ എന്നൊന്നും എനിക്കറിയില്ല. 2 ജയിൽ പുള്ളികൾ ഉണ്ടായിരുന്നു. അതിലൊരുവൻ ഈ ജയിലിന്റെ പാളികളുടെ ഇടയിൽ കൂടെ എന്താ പറയാ നോക്കിയപ്പോ താഴെയുള്ള ചളിക്കുണ്ടിലേക്കാണ് അവൻ നോക്കിയത്. അങ്ങനെ ആ ചളിക്കുണ്ടിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് വളരെ ദുഃഖിതനായിട്ട് അവൻ അവിടെ ഇരുന്നു. രണ്ടാമത്തവൻ ഇതേപോലെ ജയിലഴികളിൽ കൂടി നോക്കിയത് നീലാകാശത്തേക്കാണ്. സുന്ദരമായ നീലാകാശം കണ്ട് അവൻ സന്തോഷവാനായിട്ടിരുന്നു. 2 പേർക്കും ഒരേ അവസ്ഥയാണ്. പക്ഷേ 2 പേരും അതിനോട് പ്രതികരിച്ചതും അവർ 2 പേരും ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥകളിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പൊ ആ പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കി പോസിറ്റീവ് അപ്രോച്ചിലൂടെ പോസിറ്റിവിറ്റി കൈവരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ, കോവിഡ് കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ കാര്യം ആലോചിക്കുമ്പോൾ സുഹൃത്ത് ബന്ധങ്ങളൊന്നും ഇല്ലാതെ ഓൺലൈനായിട്ടുള്ള തികച്ചും വിരസമായിട്ട് ബോറിംഗ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ അവിടെയും കുറെ പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. ഡിജിറ്റൽ ടൂൾസ് പലപ്പോഴും പഠിത്തം രസകരമാക്കാനും എളുപ്പമാക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. പണ്ട് കാലത്തൊക്കെ ഒരു വേർഡിന്റെ മീനിങ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഡിക്ഷണറി പോയി എടുത്ത് അത് തുറന്ന് കണ്ടുപിടിച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്കൊരു വേർഡിന്റെ മീനിങ് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ഓൺലൈനായിട്ട് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, അത് നിങ്ങൾക്ക് കിട്ടിക്കഴിയും. അതുപോലെ മാത്സിലെയോ ഒരു തിയറം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എന്തും അതൊരു ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് എന്ത് തന്നെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ എല്ലാ വിഷയങ്ങളിലും യൂട്യൂബ് വീഡിയോസ് ക്ലാസ്സസിന്റെ രൂപത്തിൽ ഉണ്ട്. വളരെ രസകരമായിട്ട് ക്ലാസ്സസ് എടുത്തിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതൊക്കെ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും രസകരമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് നിങ്ങൾ തിരിയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ
ടൂൾസ് ഉപയോഗിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പ് പലപ്പോഴും പേരൻസ് ഒക്കെ നിങ്ങൾക്ക് പലപ്പോഴും എന്താ പറയുക, മൊബൈലോ ടാബോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒന്നും തരാതിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അവൈലബിൾ ആണ്. അത് മാക്സിമം യൂസ് ചെയ്ത് നല്ലതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇത് പല വേണ്ടാത്ത കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പക്ഷെ അതല്ലാതെ പോസിറ്റീവായിട്ടുള്ള നന്മ വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ വേറൊരു യുവതലമുറയുടെ പ്രശ്നം സൗഹൃദ ബന്ധങ്ങളില്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കലാലയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പകിട്ട് എന്ന് പറയുന്നത് സുഹൃത്ത് ബന്ധങ്ങളാണ്. ഇണങ്ങിയും പിണങ്ങിയുള്ള കാലഘട്ടമാണ്. അവിടെ നടക്കുന്ന മത്സരങ്ങളാണ്, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള രസകരമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പൊ അത് നിങ്ങൾക്ക് നഷ്ടമായി എന്നുള്ളത് ശരിയാണ്. അപ്പോ അതിനെന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവായിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഫ്രണ്ട്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. അതൊരു നല്ല ഓൾട്ടർനേറ്റീവ് ആണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം മനസ്സ് തുറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. പിന്നെ സൗഹൃദങ്ങളുടെ എണ്ണത്തിലല്ല കാര്യം, നിങ്ങളുടെ മനസ്സ് തുറക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വായന എപ്പോഴും നമ്മളെ സഹായിക്കും, ഒരു സംശയമില്ല. എല്ലാ തരത്തിലുള്ള വായനകളും, അതായത് ഫിക്ഷൻ ആയാലും നോവലായാലും കഥകളായാലും, പക്ഷേ നമുക്ക് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്പിറേഷണൽ ബുക്സും മോട്ടിവേഷണൽ ബുക്സും സെൽഫ് ഹെൽപ്പ് ബുക്സും ഒക്കെ അവൈലബിൾ ആണ്. ഇത് വളരെ പ്രയോജനമുള്ള കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറച്ച് ടെൻഷൻസും ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഡെയിൽ കാർണിജി എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട്, ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. ആളുടെ ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്ന ബുക്ക് സത്യത്തിലെ ബൈബിള് പോലെ ഞാൻ കൊണ്ടു നടന്നിരുന്ന ഒരു ബുക്കാണ്. ഇടയ്ക്കിടയ്ക്ക് വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബുക്സ് വായിക്കുമ്പോൾ അത് ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ മതിയാവില്ല, പല പ്രാവശ്യം വായിക്കേണ്ടി വരും. നമുക്ക് മൂഡ് ഔട്ട് തോന്നുമ്പോൾ, ഡിപ്രഷൻ തോന്നുമ്പോൾ, ആങ്സൈറ്റി തോന്നുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ബുക്സ് വായിക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ലിവ് ഇൻ ദ പ്രസന്റ്. നമ്മൾ പലപ്പോഴും ഡിപ്രസ്ഡ് ആവുന്നതും മൂഡ് ഔട്ട് ആവുന്നതും പ്രസന്റിലെ കാര്യങ്ങൾ ഓർത്തിട്ടാവണം എന്നില്ല. ഭൂതകാലത്തിലുണ്ടായ കാര്യങ്ങൾ ഓർത്തിട്ടാണ് പലപ്പോഴും നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നത്. അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തിട്ടാണ് നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നത്. ഇത് രണ്ടും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കണം. എപ്പോഴും ലിവ് ഇൻ ദ പ്രസന്റ്. ഇന്നത്തെ ദിവസം, ഇന്നത്തെ മണിക്കൂർ, ഇന്നത്തെ സെക്കൻഡ്, ഈ സെക്കൻഡ് നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് തന്നെ നമുക്കൊരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഒരുപാട് ബുക്സ് എനിക്ക് പലരും ഇതിനു മുമ്പ് സംസാരിച്ചിട്ട് പറഞ്ഞു നോ പറയാൻ നമുക്ക് പറ്റണം. ശരിയാണ്, വലിയൊരു ക്വാളിറ്റിയാണ് നോ പറയാന്നുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് കുറവുള്ള ഒരു ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അസർട്ടീവ്നെസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ബുക്ക് വായിക്കുന്നത്, ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. ഒരു ബുക്കിന്റെ ടൈറ്റിലാണ് ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. അത് അസർട്ടീവ്നെസ് ട്രെയിനിങ്ങിന് പറ്റിയ ഒരു ബുക്കാണ്. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റീഫൻ കോവിയുടെ 7 Habits of Highly Effective People വളരെ നല്ല ബുക്കാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കുറച്ചും കൂടെയും നമ്മുടെ ലൈഫിനെ മെച്ചപ്പെടുത്താൻ, പ്രൊഡക്റ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് സ്റ്റീഫൻ കോവിയുടെ
7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഈ 3 ടിപ്സ് ഷെയർ ചെയ്യാണ് ഞാൻ നിങ്ങളുടെ അടുത്ത്. ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. കാരണം പലപ്പോഴും പ്രശ്നങ്ങളല്ല പ്രശ്നം, നമ്മുടെ മെന്റൽ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. അപ്പൊ ആ മെന്റൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ആ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നൊന്നുമില്ല, പക്ഷേ അതിന് അഭിമുഖീകരിക്കാനുള്ള ശക്തിയും കഴിവും നമുക്ക് ലഭിക്കും. അപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിലായാലും എനിക്ക് തോന്നുന്നു ഇതൊരു വല്ലാത്ത മഹാവിപത്ത് തന്നെയാണ്. അത്ര എളുപ്പമൊന്നുമല്ല. അതിൻ്റെ ആ ഒരു ആഴവും വ്യാപ്തിയും ഒക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പേടി തോന്നുന്ന ഒരു കാര്യമാണ്. പല വീടുകളെയും ഉലയ്ക്കുന്നുണ്ട് അത്. പല ജീവിതം നമുക്ക് എന്താ പറയാ, ഗ്ലാസ് ഹൗസസിലിരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവർ കടന്നു പോകുന്ന ആ പ്രതിസന്ധികൾ അതിൽ ചിലപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അതിൽ കടന്നു പോകുന്നുണ്ടാവും. അത് വളരെ വേദനാജനകവും ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ചെറിയ രീതിയിലെങ്കിലും അതിനെ തരണം ചെയ്യാൻ ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് നമ്മളെ സഹായിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സായിട്ടുള്ള ഇൻറ്ററാക്ഷൻ അതിന് ഒരുപാട് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങൾ ടീച്ചേഴ്സിനോട് തുറന്ന് പറയുക. അതുപോലെ പണ്ടൊക്കെ ഒരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ കാണുമ്പോൾ. അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൗൺസിലിങ്ങിന് പോകണം, സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കാണണം. നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ തന്നെ ഒരു റിലീഫ് നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഈ മഹാമാരിയെ നേരിടാനുള്ള ശക്തിക്ക് വേണ്ടി ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. Thank you, ma'am, for your wise words. Next upon is Srimati Rita Paul, retired professor, Department of Physics. Since she is unable to present the speech, I invite Anaga K.A. to address on her behalf. നമസ്കാരം. കഷ്ടകാലത്തിന്റെ ആഴക്കടലിൽ കൈകാലിട്ടടിക്കുകയാണ് ലോക ജനത. ഒരു ദുസ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഭീകര ദൃശ്യങ്ങളാണ് നമുക്ക് ചുറ്റും. കുറച്ച് സമയമോ ദിവസമോ അല്ല, 2 വർഷമായി തുടരുകയാണ് യാതനകൾ. പ്രായഭേദമന്യേ എല്ലാവരും ദുരിതങ്ങൾ കൊണ്ട് ചവിട്ടി മെതിക്കപ്പെടുകയാണെങ്കിലും ഞാനിപ്പോൾ ചിന്തിക്കുന്നത് വിദ്യാർത്ഥിനികളെ കുറിച്ചാണ്. ഈ കാലഘട്ടം അവരെയാണ് ഏറ്റവും ക്രൂരമായി ബാധിക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരങ്ങളായ ദിനങ്ങളാണ് ഇരുണ്ടുപോകുന്നത്. സ്വാഭാവികമായ രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് സാധ്യമല്ലാതായിരിക്കുന്നു. വെറും പാവകളെ പോലെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരിൽ എത്ര പേർ അതിന്റെ പ്രയോജനം നേടുന്നുണ്ട്? സഹപാഠികളോടൊപ്പം കോളേജിൽ വന്ന് പഠിച്ചും വിവിധ പരിപാടികളിൽ ഉന്മേഷത്തോടെ പങ്കെടുത്തും കൂട്ടുകാരുമായി സല്ലപിച്ച് കൊച്ചു കൊച്ചു വേദനകൾ മറന്നും സമഗ്രമായ വളർച്ച നേടുന്ന ഏറ്റവും സൗഭാഗ്യകരമായ ഒരു കാലം അവർക്ക് നഷ്ടമായിരിക്കുന്നു. ഈ മഹാമാരി സ്വന്തം കുടുംബങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം ഏറെയാണ്. ജോലിയും വരുമാനവും നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, രോഗം തട്ടിയെടുത്തവർ സൃഷ്ടിച്ച നികത്താനാകാത്ത ശൂന്യത, രോഗഭീതിയിൽ വീടിനുള്ളിൽ കഴിയുമ്പോഴുള്ള മാനസിക പിരിമുറുക്കങ്ങൾ, രോഗമുക്തി നേടിയവരുടെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് ഓരോ കുടുംബവും കടന്നു പോകുന്നത്. ഇതെല്ലാം അവരുടെ മാനസിക നിലയെ എത്ര കണ്ടു ബാധിക്കില്ല. എന്തിനു പറയുന്നു, ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് അല്പം വെയിൽ പോലും നിഷിദ്ധമായിരിക്കുന്നു. വളരെയധികം ശ്രദ്ധയും പരിഗണനയും പ്രത്യേകം രൂപീകരിച്ച് നടപ്പാക്കേണ്ട പദ്ധതികളും ഇവരുടെ രക്ഷയ്ക്കായി വരേണ്ടതുണ്ട്. നന്ദി. Thank you, Anaga. Next is the response of Sayuja PS of 2nd EC BSc Mathematics. Good morning, good evening, respected teachers and all my dear friends. Coping with COVID crisis, youth and mental health എന്ന് പറഞ്ഞ ഈ സെഷനിൽ എല്ലാ ടീച്ചേഴ്സും നമുക്ക് പുതിയ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നു. കേട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാനും പുതിയത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അപ്പോൾ നമുക്കറിയാം, ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളും സ്റ്റുഡൻസും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നും ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്നു, ലിങ്ക് വരുന്നു, കയറുന്നു, നമുക്ക് ക്ലാസ് ഒരു 2 PM വരെ ക്ലാസ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ അസൈൻമെൻറ്റ്സ്, വർക്ക്സ്, കാര്യങ്ങളായിട്ട് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്കും ഉണ്ട്. ഇപ്പോൾ
സ്ട്രെയിനും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മൊബൈലിൻ്റെയും എല്ലാം ഇപ്പോൾ ഫിനാൻഷ്യലി മിസ്സുമാർ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സിനും അത് ബാധിക്കുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ അതിനെല്ലാം ഒരു ബ്രേക്കായിട്ട് ഈ സെഷൻ വളരെ യൂസ്ഫുള്ളായിരുന്നു. കാരണം എന്നും ഈ ഓൺലൈൻ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തിരുന്ന ഞങ്ങൾക്ക് ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മോട്ടിവേഷണലായിട്ടും ഇൻസ്പയറിംഗ് ആയിട്ടും മിസ്സുമാരുടെ വാക്കുകൾ ഒരുപാട് സഹായിച്ചു. താങ്ക് യു. Thank you, Sahilja. Lastly, I call upon Sana Abdul Qadir for the vote of thanks. A warm and cherished afternoon to all, especially to our Honorable Principal, Sister Dr. Maggie Jose, respected teachers, and my dear friends. I am Sana Abdul Qadir from 2DC Maths. The best and beautiful things in the world can't be seen or even touched. They must be felt only by our hearts, and thank you is one such prayer among them. Today, I take this opportunity to put all my gratitude into words on behalf of St. Mary's College and fraternity of the institution. First of all, I extend my most sincere thanks to Almighty God for making today's event a success. My sincere gratitude to our strength, our principal, Sister Dr. Maggie Jose, for giving us an opportunity to conduct this session virtually during this pandemic period. Special thanks to St. Mary's College Retired Teachers Association and coordinator who have proved that unity is strength. When there is a teamwork and collaboration, wonderful things can be achieved, and this ceremony could not be successful without them. Thanks to all the speakers for a wonderful interactive session on coping COVID crisis in youth. Thanks to the wonderful students who have turned up in such great numbers to make the event a successful one. Once again, thanking you all for your cordial cooperation. Thank you. Thank you, Sana. I thank everyone for their time and patience. May everyone have a pleasant day ahead. Thank you.